ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഈ സെപ്റ്റംബർ 2025 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള RTPയുടെ ഡിസ്കഷനാണ്. സാധാരണ RTPയിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ RTP അങ്ങനെ ഭയങ്കര സംഭവമുള്ള RTP ഒന്നുമല്ല. ബട്ട് സം ഓഫ് ദി അമെൻമെന്റ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള, അമെൻമെന്റ്സിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. സോ നമുക്ക് MCQ ഉണ്ട്, ഡെസ്ക്രിപ്റ്റീവ് ഉണ്ട്. വിൽ സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേസ് സിനാരിയോ. അറിയാലോ, നമ്മുടെ MCQ ഇപ്പോൾ ചോദിക്കുന്ന ഡയറക്റ്റ് MCQ അല്ല, ഒരു കേസ് സിനാരിയോ തന്നിട്ട് അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിരിക്കുന്ന MCQസിന് ആൻസർ ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യത്തെ കേസ് സിനാരിയോ ഞാൻ വായിക്കുകയാണ്. മിസ്റ്റർ മനീഷ് ഈസ് എ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ്. ഹിസ് മെയിൻ ബിസിനസ് ഈസ് കൺസ്ട്രക്ഷൻ, ഡെവലപ്മെന്റ് ആൻഡ് സെയിൽ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്. He developed a project named Ashiana Heaven, which has both residential and commercial units. He obtained a certificate of completion for the said project on 1st February 2023. He sold the majority of the units. However, 15 residential units and 10 commercial units were not sold and held as stock in trade. To earn some income from such units, he let out 10 residential and 5 commercial units from 1st May 2024. That is our current previous year, 24-25. 1st May 2024 തൊട്ട് വാടകയ്ക്ക് കൊടുത്തു. At 15,000 per month and 20,000 per month each respectively. That is for residential unit 15,000 per month, commercial unit 20,000 per month വെച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തു. Expected rent of each residential unit 14,000 per month and 22,000 per month ആണ്. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ആ ഡേറ്റ നമുക്ക് ആവശ്യം. ഫോർ ഈച്ച് കമേഴ്ഷ്യൽ യൂണിറ്റ് all units are identical. ആക്ച്വലി ഈ പറയുന്ന ക്വസ്റ്റിനകത്ത് ഈ ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ എന്താ പറയുന്നത്? മിസ്റ്റർ മനീഷ് ഈസ് ഓൾസോ എൻഗേജ്ഡ് വിത്ത് ദ ഫേം സോക്കോ ആൻഡ് അസോസിയേറ്റ്സ് ആസ് എ സ്ലീപ്പിംഗ് പാർട്ണർ. ദ ഫേം ഹാസ് 3 പാർട്ണേഴ്സ്. His capital in the firm is rupees 10 lakhs. Each partner receives interest at the rate of 15% on capital from the firm and remuneration at the rate of rupees 30,000 per month. Interest and remuneration are authorized by the partnership deed. Book profit of the firm for the previous year 24-25 9,50,000. See, the first paragraph deals with the nature of business. പിന്നെ വിൽക്കാതെ കിടക്കുന്ന കുറച്ച് പിന്നെ കമേഴ്ഷ്യൽ യൂണിറ്റും പിന്നെ റെസിഡൻഷ്യൽ യൂണിറ്റ് എല്ലാം കൊടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് ഇയാളൊരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണറാണ്. അവിടെ ഇയാൾ സ്ലീപ്പിംഗ് പാർട്ണറാണ്. അപ്പോൾ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, പിന്നെ റെമ്യൂണേഷൻ കിട്ടുന്ന കാര്യവും പറയുന്നുണ്ട്. ഫേമിന്റെ ബുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാവുന്ന നേരെ PGPയിലെ നമ്മുടെ ഫേമിന്റെ ടോപ്പിക്കിലേക്കാണ് പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് സംസാരിക്കുന്നത്. ഈ മൂന്നാമത്തെ പാരഗ്രാഫ് ഒട്ടനോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ്. അതായത് ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് ലൈഫ് ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി ടാക്സ് ചെയ്യാറുണ്ട്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. അതായത് നോർമലി ലൈഫ് ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി സെക്ഷൻ 10 സബ്സെക്ഷൻ 10D പ്രകാരം എക്സംപ്റ്റഡ് ആണ്. ബട്ട് അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പ്രീമിയം അടയ്ക്കുന്നത് ഒരു സം അഷ്യൂർഡിന്റെ 10% മേളിൽ പോകാൻ പാടില്ല ലേറ്റസ്റ്റ് പോളിസികളാണെങ്കിൽ. ഓൾഡ് പോളിസി ആണെങ്കിൽ 15% 20% ഒക്കെ ഉണ്ട്. ലേറ്റസ്റ്റ് പോളിസികൾക്ക് 10% ആണ്. അപ്പൊ അതിൽ മേളിൽ പോകാൻ പാടില്ല. പിന്നെ മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ടോട്ടൽ പ്രീമിയം 2,50,000 മുകളിൽ പ്രീമിയം അടയ്ക്കാൻ പാടില്ല. മൾട്ടിപ്പിൾ പോളിസീസ് ഉണ്ടെങ്കിൽ ടുഗദർ ആണ് 2,50,000 നോക്കുന്നത്. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നതാണ് ഈ തേർഡ് പാരഗ്രാഫ്. വിൽ ഡിസ്കസ് ലേറ്റർ ഇൻ ഡീറ്റെയിൽ. ഇത്രയാണ് കഥ. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഇത് മൂന്നും വെച്ചിട്ട് നമ്മൾ ഇത് അവർ താഴെ തന്നിരിക്കുന്ന MCQന് ഉത്തരം പറയും. ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് ഹൗ മച്ച് എമൗണ്ട് വുഡ് ബി ടാക്സബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ മിസ്റ്റർ മനീഷ് ഫോർ ലെറ്റ് ഔട്ട് ഓഫ് ദ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ്സ് ആൻഡ് അണ്ടർ വിച്ച് ഹെഡ് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഒരാൾക്ക് ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആൾ ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന ലെറ്റ് ഔട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഷുഡ് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നാണ്. ഇപ്പൊ ഒരാള് കൺസ്ട്രക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടീസിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വിൽക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ഇപ്പൊ വിൽക്കാതെ ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി, അതായത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, പ്രോപ്പർട്ടി ഹെൽഡ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പൊ അയാളുടെ ബിസിനസ് കൺസ്ട്രക്ട് ചെയ്യുക, സെല് ചെയ്യുക. കമേഴ്ഷ്യൽ ആവാം, റെസിഡൻഷ്യൽ ആവാം, ഫ്ലാറ്റ് ഒക്കെ ആവാം. വിൽക്കാതെ കിടക്കുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ വിൽക്കാതെ കിടക്കുന്ന കമേഴ്ഷ്യൽ യൂണിറ്റ്സ് ചിലപ്പോൾ അതിൽ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കും ടെമ്പററിലി. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇൻകം അബ്സല്യൂട്ട്ലി ഹൗസ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടത്, സംശയമൊന്നുമില്ല, അത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഈ ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ഇത് എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ 2024 ഫൈനാൻസ് ആക്ടില് സെക്ഷൻ 28ന്റെ താഴെ ഒരു എക്സ്പ്ലനേഷൻ, ഒരു അമെന്റ്മെന്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ഓണർ ആ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് എല്ലായ്പ്പോഴും ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ എടുക്കണം എന്ന് ഒരു പ്രൊവിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത് നമ്മൾ അറിയേണ്ട കൺസെപ്റ്റ് എന്താ? ഒരാളുടെ മെയിൻ ബിസിനസ്, ഒരാളുടെ ബിസിനസ് ഇറ്റ് സെൽഫ് ഈസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി. ഡെവലപ്പ് ദ പ്രോപ്പർട്ടി ആൻഡ് ലെറ്റ് ഇറ്റ് ഔട്ട്. അതാണ് അയാളുടെ മെയിൻ ബിസിനസ്. അയാൾ ചെയ്യുന്ന അതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി
അത് ഹൗസ് പ്രോപ്പർട്ടി ഹെഡിലാണ് ഇൻകം പോവുക, അത് PGP ഹെഡിലാണ് ഇൻകം പോവുക, പ്രൊവൈഡഡ് കമേഴ്ഷ്യൽ ആയിരിക്കണം. കാരണം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഓൾറെഡി അമെന്റ്മെന്റ് സെക്ഷൻ 28 അത് ഒരു ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഓണർ ഓഫ് എ റെസിഡൻഷ്യൽ യൂണിറ്റ് അത് അയാളുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ പോലും അക്സെപ്റ്റബിൾ അല്ല. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ഓണർ അത് ലെറ്റ് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും റെഗുലറായിട്ട് അയാൾ ചെയ്താൽ പോലും അത് ഹൗസ് പ്രോപ്പർട്ടി തന്നെ കൊണ്ടുപോകണം. അതേസമയം കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഒരാളുടെ മെയിൻ ബിസിനസ് പർപ്പസ് എങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സബിൾ അണ്ടർ PGBP. അപ്പൊ 3 കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ഒരാൾ വിൽക്കാതെ ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഹൗസ് പ്രോപ്പർട്ടി തന്നെയാണ്, കമേഴ്ഷ്യൽ ആയാലും റെസിഡൻഷ്യൽ ആയാലും. ബിൽഡിംഗ് ആണോ, വിൽക്കാനിട്ടിരിക്കുന്ന ബിൽഡിംഗ് ആണോ, ലെറ്റ് ഔട്ട് ആണോ, ഹൗസ് പ്രോപ്പർട്ടി. രണ്ടാമത്തെ കേസ്, അയാളുടെ മെയിൻ ബിസിനസ് പർപ്പസ് എന്ന് പറയുന്നത് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണോ, കമേഴ്ഷ്യൽ ആണോ, PGBP. അവിടെയും റെസിഡൻഷ്യൽ ആണോ, ഹൗസ് പ്രോപ്പർട്ടി. മൂന്നാമത് നമ്മൾ അറിയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയാലും സ്റ്റോക്ക് ആൻഡ് ട്രേഡ് ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി, വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടി അത് ലെറ്റ് ഔട്ട് ചെയ്യാതിരിക്കുകയാണെന്ന് വിചാരിക്കാം, റെന്റ് ഔട്ട് ചെയ്യാതിരിക്കുകയാണ്, ആക്ച്വലി ലെറ്റ് ഔട്ട് ചെയ്തില്ല. അപ്പൊ ആക്ച്വലി ലെറ്റ് ഔട്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രൊവിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഒരു ബിൽഡിംഗ് ത്രൂ ഔട്ട് ദ ഇയർ വെറുതെ കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിമൈൻസ് വേക്കന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് as deemed let out property and every provisions applicable to let out will applicable there. ലെറ്റ് ഔട്ട് പോലെ ട്രീറ്റ് ചെയ്യാൻ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെന്നാണ് പ്രൊവിഷൻ. ഡീംഡ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി വരുമെന്നാണ്. അപ്പൊ അത് പ്രാക്ടിക്കലി നമ്മുടെ ബിൽഡേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഗവൺമെന്റ് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? വിൽക്കാനിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി, സെയിലിന് വേണ്ടിയിട്ടിരിക്കുന്ന സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടി അത് ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. എത്ര വർഷം? അതിന്റെ കംപ്ലീഷൻ ആവുന്ന അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നിന്ന്, അതായത് അതിന്റെ കംപ്ലീഷൻ നടക്കുന്ന ഇയറിന്റെ എൻഡിൽ നിന്ന് 2 years വരെ, 2 ഫിനാൻഷ്യൽ ഇയർ വരെ അതിന്റെ NAV നെറ്റ് ആനുവൽ വാല്യൂ മസ്റ്റ് ബി ടേക്കൺ ആസ് നിൽ എന്നാണ് പ്രൊവിഷൻ. ഇത്രയും പ്രൊവിഷൻസ് ആണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഹൗ മച്ച് എമൗണ്ട് വുഡ് ബി ടാക്സബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ മിസ്റ്റർ മനീഷ് ഫോർ ലെറ്റ് ഔട്ട് ഓഫ് ദ റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ്സ് ആൻഡ് അണ്ടർ വിച്ച് ഹെഡ് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ മനീഷ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, ഡെവലപ്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടിയാണ് അയാളുടെ ബിസിനസ്, റെന്റിങ് ഔട്ട് മെയിൻ ബിസിനസ് ഉള്ള ആളല്ല. അപ്പൊ അയാളെ സംബന്ധിച്ച് ഈ വിൽക്കാതെ കിടക്കുന്ന പ്രോപ്പർട്ടി സ്റ്റോക്ക് ആൻഡ് ട്രേഡ് ആണ്. അപ്പൊ സ്റ്റോക്ക് ആൻഡ് ട്രേഡ് ആയിട്ട് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഹൗസ് പ്രോപ്പർട്ടി തന്നെ, സംശയമൊന്നുമില്ല. അപ്പൊ ഇയാളുടെ ഈ റെസിഡൻഷ്യൽ യൂണിറ്റ് ആയാലും കമേഴ്ഷ്യൽ യൂണിറ്റ് ആയാലും ഇൻകം ഷുഡ് ബി ടാക്സ് അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. അപ്പൊ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണ ഒരു ചടങ്ങുണ്ട് അവിടെ. നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം, എന്നാലും നമുക്ക് ഈ തന്നിക്കുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇൻകം ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇയാൾക്ക് 10 റെസിഡൻഷ്യൽ യൂണിറ്റും അങ്ങനെയല്ലേ പറയുന്നത്, 10 റെസിഡൻഷ്യൽ യൂണിറ്റും 5 കമേഴ്ഷ്യൽ യൂണിറ്റും എന്നാണ് പറയുന്നത്. വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന 1 May 2024 തൊട്ടാണ്. അപ്പൊ ആക്ച്വൽ റെന്റ് എന്ന് പറയുമ്പോൾ 11 മാസത്തേക്കേ ഉള്ളൂ. 1 May ആണല്ലോ. 10 റെസിഡൻഷ്യൽ യൂണിറ്റ് അല്ലേ, 10 റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ ആക്ച്വൽ റെന്റ് 15,000വും കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ 20,000 പെർ മന്തുമാണ്. അതേസമയം എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ എക്സ്പെക്ടഡ് റെന്റ് 14,000വും കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ എക്സ്പെക്ടഡ് റെന്റ് 22,000 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ GAV കണ്ടുപിടിക്കുന്ന സമയത്ത് മുനിസിപ്പൽ വാല്യൂ ഫെയർ റെന്റും കൂടെ കമ്പയർ ചെയ്ത് ഹയർ, അതും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്ത് ലോവർ, അതിനെ വിളിക്കുന്ന പേരാണല്ലോ എക്സ്പെക്ടഡ് റെന്റ്. എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്ത് വിച്ച് വെരി ഹയർ ആണ് നമ്മൾ GAV ആയിട്ട് എടുക്കുക. അപ്പൊ ഈ കേസിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ ആക്ച്വൽ റെന്റ് 15,000 പെർ മന്ത് ആണ്, എന്നാൽ അതിന്റെ എക്സ്പെക്ടഡ് റെന്റ് 14,000 പെർ മന്ത് ആണ്. അപ്പൊ അവിടെ നമുക്ക് ഈ 14,000 നമുക്ക് ആവശ്യമില്ല, ഈ 15 മതി റെസിഡൻഷ്യൽ യൂണിറ്റിന്. അപ്പം 10 റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ GAV എന്ന് പറയുന്നത് 10 റെസിഡൻഷ്യൽ യൂണിറ്റ് ഇൻറ്റു 15,000 ഇൻറ്റു 11 മന്ത്സ് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത് തന്നെയായിരിക്കും GAV, കാരണം എക്സ്പെക്ടഡ് അതിനേക്കാളും കുറവല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 15,000 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം ഇൻറ്റു ഫോർ 11 മന്ത്സ് ആണ്. ദാറ്റ് ഈസ് 16,50,000 ആയിരിക്കും ഇവിടെ ഈ 10 റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ എന്ത് വരിക, പിന്നെ GAV ആയിട്ട് നമ്മൾ എടുക്കുക, GAV ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ 30% നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാമല്ലോ. അപ്പൊ അത് ബാക്കിയാണല്ലോ ഇൻകം. കാരണം ഇവിടെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, മുനിസിപ്പൽ ടാക്സ് ഒന്നും ഇല്ല. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നേരിട്ടും കുറച്ചാൽ മതി. 16 ലക്ഷത്തിന്റെ 30% കുറച്ച് കഴിഞ്ഞാൽ ബാക്കി അതിന്റെ 70% നേരിട്ടും എടുത്താലും മതി. അപ്പൊ അതിന്റെ 70% 11,50,50,000 രൂപയാണ് നമുക്കിവിടെ റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1155 ആണ്. ഇനി കമേഴ്ഷ്യലിന്റെ കേസിൽ ആക്ച്വൽ റെന്റ് 20,000 ആണ്, എന്നാൽ അതിന്റെ എക്സ്പെക്ട് റെന്റ് 22,000 ആണ്. അപ്പൊ അവിടെ ആക്ച്വൽ റെന്റ് അല്ല എടുക്കുക, അവിടെ നമ്മൾ 22,000 എക്സ്പെക്ട് റെന്റ് എടുക്കണം, അതാണ് ഹയർ. അത് 5 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ 5 ഇൻറ്റു 22,000 ഇൻറ്റു 5 അങ്ങോട്ട് എടുക്കുക. അപ്പൊ 5 ഇൻറ്റു 22,000 5 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര വരിക? 5 ഇൻറ്റു 22,000 ഇൻറ്റു
പിന്നെ 11 months അല്ലേ, ഇവിടെ 11 മാസം എടുക്കുക. അപ്പൊ 5 × 22,000 × 11 എന്ന് പറയുമ്പം അവിടെ വരുന്നത് 22,000 × 5 എന്ന് പറയുമ്പോൾ 1,10,000 × 11 months 12,10,000 വരും. അപ്പൊ ഈ 12,10,000 നിന്ന് ആ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ ഇതിന്റെ 70% നേരിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. അപ്പൊ അതെടുത്ത് കഴിഞ്ഞാൽ 8,47 വരും, 8,47 വരും. അപ്പൊ 8,47,000. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര വരിക? 8,47,000 പ്ലസ് 11,55,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ 20,02,000. ഇത് മൊത്തം HP-യിലാണ് ടാക്സ് ചെയ്യുക. ഗോട്ട് ഇറ്റ്? ഇത് കംപ്ലീറ്റ്ലി HP ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പിന്നെ അടുത്ത ഏരിയയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആദ്യത്തെ MCQന്റെ ഇതിൽ ഏതാണ് സൊല്യൂഷൻ ചെക്ക് ചെയ്യണമല്ലോ. അപ്പം ഈ MCQ പരീക്ഷ സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, എല്ലാ ഓപ്ഷൻസും വായിച്ച് നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. ആദ്യമേ ഉത്തരം കിട്ടിയെന്നും പറഞ്ഞ് ചാടിക്കരുത്, ടിക്ക് വയ്ക്കരുത്, എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനകത്തുള്ള മോസ്റ്റ് കറക്റ്റ് ആൻസർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പലപ്പോഴും ചില മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ശരിയായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതിൽ മോസ്റ്റ് കറക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് 11,55,000 ഫ്രം റെസിഡൻഷ്യൽ യൂണിറ്റ് ആൻഡ് 8,47,000. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഗർ അത് തന്നെയാണ്. 11,55, 8,47 തന്നെയാണ് ഫിഗേഴ്സ് കറക്റ്റാ. ഫ്രം കമേഴ്ഷ്യൽ യൂണിറ്റ് ആയാലും റെസിഡൻഷ്യൽ യൂണിറ്റ് ആയാലും ഹൗസ് പ്രോപ്പർട്ടി. ആ ഉത്തരം ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 11,55 റെസിഡൻഷ്യൽ യൂണിറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 7,70 കമേഴ്ഷ്യൽ യൂണിറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അത് തെറ്റാ. 10,78, 8,47 ഫിഗറും തെറ്റാ. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. റൈറ്റ്? ഐ തിങ്ക് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതാണ് ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. ഓക്കെ, സോ നൗ വിൽ മൂവ് ടു ദ സെക്കൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. വാട്ട് വുഡ് ബി യുവർ ആൻസർ ടു MCQ 1 if Mr. Manish is not a real estate developer and has a business of letting out of property? Okay, ഇയാളൊരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അല്ല, പകരം ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് ഇയാളുടെ മെയിൻ റെന്റ് എന്ന് വിചാരിക്കുക. ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് ഇയാളുടെ മെയിൻ ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെയാണുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എങ്ങനെ മാറും എന്നാണ് ചോദ്യം. ഇയാളുടെ മെയിൻ പരിപാടി തന്നെ ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം എങ്ങനെ മാറും? ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ പുതുതായിട്ട് വന്ന അമെന്റ്മെന്റും കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് മനസ്സിലാക്കണം. ഒരാളുടെ മെയിൻ ബിസിനസ് ഇറ്റ്സെൽഫ് ഈസ് ലെറ്റിംഗ് ഔട്ട് ഓഫ് പ്രോപ്പർട്ടി ആണെങ്കിൽ അത് PGBP ഇൻകത്തിൽ പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ അതേ PGBP ഇൻകത്തിന്റെ ചാർജബിലിറ്റി പറയുന്ന സെക്ഷൻ 28ന്റെ താഴെയുള്ള എക്സ്പ്ലനേഷനിൽ വ്യക്തമായി പറയുന്നു, ഒരു ഓണർ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ഓണർ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്താൽ ദ ഇൻകം മസ്റ്റ് ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് HP എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് പൊസിഷൻ? കമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്, ലെറ്റിംഗ് ഔട്ട് ആണ് മെയിൻ ബിസിനസ്, അത് PGBP. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ്, ലെറ്റിംഗ് ഔട്ട് ആണ് മെയിൻ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിലും അത് HP. അപ്പോൾ 10 റെസിഡൻഷ്യൽ യൂണിറ്റ് വാടകയ്ക്ക് കൊടുത്തതിന്റെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി HP-യിൽ ടാക്സ് ചെയ്യണം. എന്നാൽ 5 കമേഴ്ഷ്യൽ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റെന്റ് PGP-യിൽ ടാക്സ് ചെയ്യണം. PGP-ക്കകത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിപാടിയൊന്നും ഇല്ലെന്നറിയാലോ. അപ്പൊ PGP-ക്കകത്ത് ടാക്സ് ചെയ്യുമ്പോൾ 5 കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ റെന്റ് നേരിട്ടങ്ങ് എടുത്താൽ പോരെ. അപ്പൊ 5 കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ റെന്റ് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് അവർ പറയുന്നത് കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് 20,000 രൂപ പെർ മന്ത് ആണ്. അപ്പൊ കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ ആക്ച്വൽ റെന്റ് 20,000 വെച്ചിട്ട് 11 മാസത്തേക്ക് എത്ര? 2,20,000 വരും. അത് ഒരു യൂണിറ്റിന്. അപ്പൊ അങ്ങനെ എത്ര യൂണിറ്റ്? 5 യൂണിറ്റ്. അപ്പം 20,000 രൂപ. അപ്പൊ 20,000 ഇൻറ്റു 5 കമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്ക് 1,00,000 രൂപ. അങ്ങനെ 11 മാസം എന്ന് പറയുമ്പോൾ 11 ലക്ഷം രൂപയാണ് അവിടെ PGBP ഇൻകം വരിക. 5 കമേഴ്ഷ്യൽ യൂണിറ്റിന്റെ റെന്റിന്റെ ഇൻകം. അവിടെ വേറെ എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ലല്ലോ. PGP നമുക്ക് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കാം, ഇവിടെ എക്സ്പെൻസ് ഒന്നും തന്നിട്ടില്ല. അപ്പോ 11 ലക്ഷം റെന്റ് വരവ്, അത് തന്നെയാണ് ഇൻകം, അത് PGP. HP നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളൂ. അപ്പൊ വീണ്ടും ചെയ്യണ്ട. ഈ 10 റെസിഡൻഷ്യൽ യൂണിറ്റിന്റെ ഇൻകം എത്ര? 11,50,000. അപ്പൊ 11,55 ഹൗസ് പ്രോപ്പർട്ടിയിലും പിന്നെ 11 ലക്ഷം രൂപ PGBP-യിലായിരിക്കും ടാക്സ് ചെയ്യുക. അപ്പൊ അതാണ് അതിന്റെ ഇൻകം നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഇവിടെ ആൻസർ നമുക്ക് നോക്കാം. 11 ലക്ഷത്തി ആദ്യത്തെ ഓപ്ഷൻ 1650 PGBP-യും 11 അത് PGP തെറ്റാണ്. 1155 HP-യും 847 ഹൗസ് പ്രോപ്പർട്ടി തെറ്റാണ്. 1650 റെസിഡൻഷ്യൽ യൂണിറ്റ് PGP, 1210 കമേഴ്ഷ്യൽ യൂണിറ്റ് PGP അതും തെറ്റാണ്. ഫിഗേഴ്സ് തെറ്റാണ്. ലാസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ ഐ തിങ്ക്. 1155 ഫ്രം റെസിഡൻഷ്യൽ യൂണിറ്റ് അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 11 ലക്ഷം ഫ്രം കമേഴ്ഷ്യൽ യൂണിറ്റ് അണ്ടർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പർപ്പസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി യു ഹാവ് ടു സെലക്ട്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോ ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. ഇനി നമ്മൾ മൂന്നാമത്തെ MCQ-യിലേക്ക് പോവാണ്. ആദ്യത്തെ കേസ് സിനാരിയോയുടെ തേർഡ് MCQ. വാട്ട് വുഡ് ബി ദ ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് വേക്കന്റ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ യൂണിറ്റ് ഹെൽഡ് എസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് 24-25? പറഞ്ഞല്ലോ, ഒരാള് വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന പ്രോപ്പർട്ടി ഹെൽഡ് എസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ നോർമലി ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ലെറ്റർ ഓഫ് പ്രോപ്പർട്ടി. സ്പെസിഫിക് ആയിട്ട്
ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് പ്രൊവിഷൻ പറയുന്നുണ്ട്, നിങ്ങൾ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ ആ പ്രോപ്പർട്ടിയുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡിൽ നിന്ന് 2 കൊല്ലം വരെ 2 ഫിനാൻഷ്യൽ ഇയർ വരെ ഇറ്റ്സ് നെറ്റ് ആനുവൽ വാല്യൂ വിൽ ബി ട്രീറ്റഡ് as nil എന്നാണ്. 2 കൊല്ലം വരെ അത് ടാക്സ് ചെയ്യില്ലെന്നാണ്. അപ്പൊ ആ ഓപ്ഷൻ ഏതെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ പറഞ്ഞ നോ ടാക്സ് ട്രീറ്റ്മെന്റ് വുഡ് ബി there as the units were not let out and held as stock in trade and 2 years have not elapsed from the end of the financial in which a certificate of completion is obtained. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി അതിലും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വേറെ ഉണ്ടോ നോക്കിയാൽ, ഇല്ലെങ്കിൽ അത് തന്നെയാണ് ആൻസർ. ബി, വേക്കന്റ് യൂണിറ്റ് വുഡ് ബി ഡീംഡ് ടു ബി let out for 2 months February and March and expect under taxable. തെറ്റാണ്. വേക്കന്റ് യൂണിറ്റ്സ് വുഡ് ബി ഡീംഡ് ടു ബി let out for 2 months February and March and expect under. തെറ്റാണ്. Vacant units would be deemed to be let out for 2 months February and expected will be taxable. No. So the correct answer here is option A. മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പൊ അപ് ടു 2 years വരെ ഡീംഡ് ലെറ്റർ പ്രോപ്പർട്ടിയുടെ ഇൻകം ടാക്സ് ചെയ്യില്ല എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ആൻസർ. നൗ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് വുഡ് ബി എക്സംപ്റ്റ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി പ്രൊസീഡ്സ് എന്നാണ്. അപ്പൊ ഇത് ലൈഫ് ഇൻഷുറൻസിന്റെ പ്രൊവിഷൻ ആണ്. നമ്മൾ നേരെ ഇൻകം ഫ്രം അതർ സോഴ്സിലേക്ക് പോകണം. നമ്മൾ അവിടെ പഠിച്ച പ്രൊവിഷൻസിനെ പറ്റി ഒന്ന് ആലോചിക്കണം. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിയണം. അപ്പൊ അവിടെ അവർ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾക്ക് സാധാരണഗതിയിൽ ഇൻകം ടാക്സിനകത്ത് എക്സംഷൻ ഉണ്ട്. ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D പ്രകാരം ലൈഫ് ഇൻഷുറൻസിന്റെ മെച്യൂരിറ്റി എക്സംപ്റ്റഡ് ആണ്. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ പോളിസി ഈസ് ടേക്കൺ പ്രയർ ടു 1/4/2012 ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ എടുക്കുന്ന പ്രീമിയം സം അഷ്യൂർഡിന്റെ 20% എക്സീഡ് ചെയ്യാൻ പാടില്ല. സം അഷ്യൂർഡിന്റെ 20% കൂടാൻ പാടില്ല. പോളിസി എടുത്തിരിക്കുന്ന ഓൺ ഓർ ആഫ്റ്റർ 1/4/2012 ആണെങ്കിൽ സം അഷ്യൂർഡിന്റെ 10% മുകളിൽ പോകാൻ പാടില്ല ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം. പോളിസി എടുത്തിരിക്കുന്ന ഓൺ ഓർ ആഫ്റ്റർ 1/4/2013 ആണെങ്കിൽ നമ്മൾ ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം 15% ഓഫ് സം അഷ്യൂർഡിൽ കൂടാൻ പാടില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, പോളിസി ആരുടെ പേരിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് അയാളുടെ ശരീരത്തിൽ ഡിസബിലിറ്റിയോ സ്പെസിഫിക് ഡിസീസോ ഉണ്ടായിരിക്കണം. അപ്പൊ ജനറലി പറഞ്ഞാൽ 1/4/2012 ശേഷം എടുക്കുന്ന പോളിസികൾക്ക് നോർമലി 10% ഓഫ് സം അഷ്യൂർഡ് കൂടാതിരുന്നാൽ പ്രീമിയം ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം സം അഷ്യൂർഡിന്റെ 10% എക്സീഡ് ചെയ്യാതിരുന്നാൽ മെച്യൂരിറ്റി എമൗണ്ട് എക്സംപ്റ്റഡ് ആണ്. സം അഷ്യൂർഡ് എന്ന് പറഞ്ഞ എമൗണ്ട് വേറെയാണ്, മെച്യൂരിറ്റി വേറെയാണ്. അപ്പൊ സം അഷ്യൂർഡിന്റെ 10% കൂടാൻ പാടില്ല ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ അടയ്ക്കുന്ന പ്രീമിയം എങ്കിൽ മെച്യൂരിറ്റി എമൗണ്ട് വുഡ് ബി എക്സംപ്റ്റഡ്. ഇതാണ് ജനറൽ പ്രൊവിഷൻ. 2023 1 April 2023 ശേഷം ഇഷ്യൂ ചെയ്ത പോളിസികൾക്ക് മറ്റൊരു കണ്ടീഷൻ കൂടി അവർ കൊണ്ടുവന്നു. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ലൈഫ് ഇൻഷുറൻസ് പോളിസികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് എക്സംഷൻ 1020 ക്ലെയിം ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ഒരു കണ്ടീഷൻ വെച്ചു, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ 5 lakhs നമ്മുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസികൾക്കാണ് 2.5 ലക്ഷം. അത് ഇന്ററിന്റെ സിലബസിൽ ഇല്ല, അത് ഫൈനൽ ഇയർക്കാണ്. ഇന്ററിനെ സംബന്ധിച്ച് ലൈഫ് ഇൻഷുറൻസ് 5 ലക്ഷം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം 5 ലക്ഷം രൂപയിൽ കൂടുതൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈവൻ ദോ ദ പ്രീമിയം പെയ്ഡ് ഈസ് ഡസ് നോട്ട് എക്സീഡ് 10% ഓഫ് സം അഷ്യൂർഡ് ദ എക്സംഷൻ വോണ്ട് ബി അവൈലബിൾ. എക്സംഷൻ കിട്ടില്ല. അന്നേരം ഈ മെച്യൂരിറ്റി എമൗണ്ടിൽ നിന്ന് അത്രയും നാൾ അടച്ച പ്രീമിയം മൊത്തം കുറച്ച് കഴിയുമ്പോൾ റിമൈനിങ് കിട്ടുന്ന ഇൻകം ആ ഇൻകം അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. അപ്പൊ 2 കാര്യങ്ങൾ നോക്കേണ്ടി വരും. 1/4/2023 ശേഷം എടുത്ത പോളിസികളാണെങ്കിൽ അത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2023 ഇഷ്യൂ ചെയ്ത ലൈഫ് ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ ടു ക്ലെയിം ദ എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10D വി ഹാവ് ടു സാറ്റിസ്ഫൈ 2 കണ്ടീഷൻ. നമ്പർ 1, premium normal condition premium paid in a financial year should not exceed 10% of the sum assured, and the second condition the total premium if you have more than one policy together multiple policies then take the total premium should not exceed 5 lakhs. 5 lakhs ഉള്ളിൽ നിൽക്കുന്ന പ്രീമിയം വരുന്ന പോളിസികൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. 5 ലക്ഷത്തിന്റെ മുകളിൽ പ്രീമിയം വരുന്ന പോളിസികളെ പിടിച്ച് ടാക്സ് ചെയ്യും. അപ്പൊ അവിടെ കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ടിൽ നിന്ന് അത്രയും നാൾ അടച്ച പ്രീമിയം കുറച്ചിട്ട് ബാക്കിയാണ് ഇൻകം ആയിട്ട് ടാക്സ് ചെയ്യുക. ഇതാണ് ഇതിന്റെ കഥ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ പോളിസി എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. മാത്രമല്ല അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. സം അഷ്യൂർഡിന്റെ 10% മുകളിൽ പോകുന്നുണ്ടോ എന്ന് കണക്കാക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ 5 lakhsന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ നമ്മൾ നോക്കേണ്ടത് GST ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് ആണ്. കാരണം ഈ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം എന്ന് പറയുമ്പോൾ അതൊരു ടാക്സബിൾ സപ്ലൈ ആണല്ലോ. അപ്പൊ അതിന് GST ഉണ്ടല്ലോ. അപ്പൊ പ്രീമിയം ഉൾപ്പെടെ ആയിരിക്കും നമുക്ക് GST ഉൾപ്പെടെ ആയിരിക്കും പ്രീമിയത്തിന് എമൗണ്ട് തരിക. അപ്പൊ പ്രീമിയം ഒഴിവാക്കിയിട്ട് ബാക്കി എമൗണ്ട് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ 4 പോളിസി ഉണ്ട്. എല്ലാ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് ABCD. അതിൽ പോളിസി എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ 1 April 2021 ആണ്. അപ്പൊ എന്തായാലും ഈ 5 lakhsന്റെ മുകളിൽ പ്രീമിയം പോകാൻ പാടില്ല എന്നുള്ള അമെന്റ്മെന്റിനകത്ത് അത് കവർ ചെയ്യില്ല. കാരണം അത് 2021 ആണ്. 1/4/2023 അതിനുശേഷം ഇഷ്യൂ ചെയ്യുന്ന പോളിസികൾക്കാണ് അമെന്റ്മെന്റ് ആപ്ലിക്കബിൾ. അപ്പൊ ഇത് 2021 ആയതുകൊണ്ട് പ്രശ്നമില്ല. ഒറ്റ കണ്ടീഷൻ നോക്കിയാൽ മതി. ഒരു വർഷം അടയ്ക്കുന്ന പ്രീമിയം സം അഷ്യൂർഡിന്റെ 10% എക്സീഡ് ചെയ്യുന്നുണ്ടോ? എക്സീഡ് ചെയ്താൽ എക്സംഷൻ ഇല്ല, ടാക്സ് ചെയ്യും.
സം അഷ്യൂർഡിന്റെ 10% എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ എക്സം ചെയ്യും. ഓക്കെ, ഇവിടെ പോളിസി എ ആണ്. ആനുവൽ പ്രീമിയം 4 ലക്ഷം രൂപയാണ്. അതിനകത്ത് ജി എസ് ടി പരിഗണിക്കുന്നില്ല. എക്സ്ക്ലൂഡിംഗ് ജി എസ് ടി 4 ലക്ഷമാണ്, നെറ്റ് ഓഫ് ജി എസ് ടി. അവിടുത്തെ സം അഷ്യൂർഡ് എത്രയാ? 35 ലക്ഷമാണ്. അപ്പോൾ പ്രശ്നമാണ്. 35 ലക്ഷത്തിന്റെ 10% എത്ര? 3.5 ലക്ഷം. അതിനേക്കാളും മേളിൽ പോകുന്നുണ്ട് പ്രീമിയം, 4 ലക്ഷമാണ്. അപ്പൊ പോളിസി എക്ക് എക്സംഷൻ കിട്ടില്ല. പോളിസി എ ടാക്സി. അപ്പൊ പോളിസി എയുടെ ഇൻകം എന്ന് അവർ ചോദിച്ചിട്ടില്ല. ഏതൊക്കെ ടാക്സിയും ഏതൊക്കെ എക്സം ചെയ്യുന്നു മാത്രം നമ്മൾ നോക്കി കഴിഞ്ഞാൽ MCQ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ പോളിസി എ ടാക്സ് ചെയ്യും, എക്സംഷൻ കിട്ടില്ല. റീസൺ Section 10 subsection 10B primary condition not satisfied, that is the premium paid in a financial year exceeds 10% of sum assured. Policy A taxi. Now what about B? Policy B 1/4/2023 ആണ് എടുത്തിരിക്കുന്നത്. 1/4/2023 ആണ്. അപ്പൊ അമെന്റ്മെന്റ് ആപ്ലിക്കബിൾ ആണ്. ഏത് അമെന്റ്മെന്റ്? ടോട്ടൽ പ്രീമിയം 5 lakhs എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള അമെന്റ്മെന്റ് അവിടെ ആപ്ലിക്കബിൾ ആണ്. പ്രീമിയം അടച്ചിരിക്കുന്ന 1.5 ലക്ഷം രൂപയാണ്, നെറ്റ് ഓഫ് ജി എസ് ടി. അവിടുത്തെ സം അഷ്യൂർഡ് എന്ന് പറയുന്നത് 14 ലക്ഷമാണ്. 14 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 1,40,000 ആണ്. എടാ, പ്രൈമറി കണ്ടീഷൻ അവിടെയും പോയടാ. ഈ പോളിസി ബി എ സംബന്ധിച്ച് എക്സംഷൻ കിട്ടില്ല. കാരണം പ്രീമിയം അടച്ചിരിക്കുന്ന എമൗണ്ട് സം അഷ്യൂർഡിന്റെ 10% എക്സീഡ് ചെയ്തു. 1,50,000 ആണ്. സം അഷ്യൂർഡ് 14 lakhs ആണ്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 1,40,000 1,50,000 ആണ്. സോ പോളിസി ബി ടാക്സി, എക്സംഷൻ കിട്ടില്ല. നൗ വി ഷുഡ് ഗോ ടു സി ആൻഡ് ഡി. ഇപ്പൊ സിയുടെ കേസിൽ 1 ഫെബ്രുവരി 2024 പോളിസി എടുത്തിരിക്കുന്നത്. പ്രീമിയം അടച്ചിരിക്കുന്ന 2 ലക്ഷമാണ്. സം അഷ്യൂർഡ് 22 ലക്ഷമാണ്. 22 ലക്ഷത്തിന്റെ 10% എന്ന് പറഞ്ഞാൽ 2,20,000 രൂപയാണ്. പ്രീമിയം ഡസ് നോട്ട് എക്സീഡ് 10% ഓഫ് ദി സം അഷ്യൂർഡ്. അടിപൊളി. അപ്പൊ പ്രൈമറി കണ്ടീഷൻ സി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പുറത്ത് ഡിയുടെ കാര്യത്തിൽ 3 ലക്ഷമാണ് പ്രീമിയം. പിന്നെ സം അഷ്യൂർഡ് 31 ലക്ഷമാണ്. 31 ലക്ഷം രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 3,10,000 ആണ്. അതും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന പോളിസിയും ഡി എന്ന് പറയുന്ന പോളിസിയും പ്രൈമറി കണ്ടീഷൻ ഓഫ് എ ക്ലെയിമിംഗ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 1010D സാറ്റിസ്ഫൈഡ് ആണ്. പ്രീമിയം അടച്ചിരിക്കുന്ന സം അഷ്യൂർഡിന്റെ 10% മണി പോകുന്നില്ല. പക്ഷേ ഇനി എന്താണ് പ്രശ്നം? 1/4/2023 ശേഷം എടുത്ത പോളിസി അല്ലേ? അപ്പൊ ടോട്ടൽ പ്രീമിയം 5 ലക്ഷത്തിന് മണി പോകാൻ പാടില്ലല്ലോ. അപ്പൊ സിയുടെയും ഡിയുടെയും കൂടെ പ്രീമിയം കൂട്ടി നോക്കുക. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ പ്രീമിയം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ 2+3 അല്ലെങ്കിൽ 2+3 5 ലക്ഷം. കുഴപ്പമില്ല, കറക്റ്റ് 5 ലക്ഷമാണ്. ടോട്ടൽ പ്രീമിയം 5 ലക്ഷത്തിന് മണി പോകാൻ പാടില്ലെന്നാണ്. സാറേ, അപ്പൊ പോളിസി ബി പരിഗണിക്കൂലേ? ഇല്ല, പോളിസി ബിക്ക് എക്സംഷൻ ഇല്ലല്ലോ. പ്രൈമറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കേസിലാണ് ടോട്ടൽ പ്രീമിയം 5 ലക്ഷത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെ പോളിസികൾ മാത്രമേ അതിനകത്ത് കൗണ്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ സിയെ സംബന്ധിച്ചും ഡിയെ സംബന്ധിച്ചും രണ്ടും കൂടെ കൂട്ടുമ്പോൾ 5 ലക്ഷം. പിന്നെ ഈ പറയുന്ന സം അഷ്യൂർഡിന്റെ ഈ പറയുന്ന പർട്ടിക്കുലർ പെർസെന്റേജ് എക്സീഡ് ചെയ്തിട്ടില്ല. അപ്പൊ സിയും ഡിയും എക്സം ചെയ്യും, എയും ബിയും ടാക്സ് ചെയ്യും. ഇതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് ഐ ഫീൽ. സി ആൻഡ് ഡി വിൽ ബി എക്സംപ്റ്റഡ് ആൻഡ് എ ആൻഡ് ബി വിൽ ബി ടാക്സബിൾ. ഓക്കെ, സോ വി വിൽ സീ ദ വേരിയസ് സൊല്യൂഷൻസ്. Which of the life insurance policy would be exempt എന്നാണ്. അപ്പൊ ലൈഫ് ഇൻഷുറൻസ് സി ആൻഡ് ഡി എക്സംപ്റ്റ് ചെയ്യുന്നതാണ്. സോ ഓപ്ഷൻ സി സീംസ് ടു ബി ദ കറക്റ്റ് ആൻസർ. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. 15ാമത്തെ ചോദ്യം പറഞ്ഞത് വാട്ട് വുഡ് ബി ദ ഇൻകം ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ മനീഷ് ഫ്രം ദ ഫേം സോക്കോ ആൻഡ് അസോസിയേറ്റ്സ് ഫോർ അസസ്മെന്റ് 25-26. ഫേമിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ എത്രയാണ് മനീഷിനെ ടാക്സ് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഫേമിൽ നിന്ന് അയാൾക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മനീഷ് ഈസ് ഓൾസോ എൻഗേജ്ഡ് വിത്ത് ദ ഫേം സോക്കോ ആൻഡ് അസോസിയേറ്റ് സ്ലീപ്പിംഗ് പാർട്ണർ. ഓക്കെ, ആസ് ദ വേർഡ് യൂസ്ഡ് സ്ലീപ്പിംഗ് പാർട്ണർ ഒരു കാര്യത്തിൽ ആദ്യമേ തീർപ്പ് വരുത്താം. അയാൾക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ ടാക്സബിൾ അല്ല. കാരണം വർക്കിംഗ് പാർട്ണർ കൊടുക്കുന്ന റെമ്യൂണറേഷൻ മാത്രമേ സെക്ഷൻ 40B പ്രകാരം ഫേമിന് അലോ ചെയ്യുള്ളൂ. ഫേമിന് അലോ ചെയ്യുന്നതാണ് പാർട്ണറുടെ ഇൻകം. അപ്പൊ ഇത് ഫേമിനെ ഡിസലോ ചെയ്യും റെമ്യൂണറേഷൻ. അതുകൊണ്ട് റെമ്യൂണറേഷൻ അയാൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അയാൾ ടാക്സബിൾ അല്ല. അപ്പൊ ഇനി ഇൻട്രസ്റ്റ് മാത്രം നോക്കിയാൽ ഹിസ് ക്യാപിറ്റൽ ഇൻ ദ ഫേം ഈസ് 10 ലക്ഷം. അയാൾക്ക് 10 ലക്ഷമാണ് ക്യാപിറ്റൽ അവിടെ ഉള്ളത്. ഡീഡ് ഓതറൈസ് ചെയ്തിരിക്കുന്ന പലിശയും അയാൾക്ക് കിട്ടുന്ന പലിശയും 15%. അത് പ്രശ്നമാണല്ലോ. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? എന്താ പ്രൊവിഷൻ പറയുന്നത്? ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 40B, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഗിവൺ ബൈ എ ഫേം ടു ദ അല്ലെങ്കിൽ LP ടു ദ പാർട്ണർ ഷുഡ് നോട്ട് എക്സീഡ് 12% ഓഫ് ദി ക്യാപിറ്റൽ. ദ ക്യാപിറ്റൽ ഇസ് 10 lakhs ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 15%, സോ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 12%. സോ 10 ലക്ഷത്തിന്റെ 12%, 1,20,000. അയാൾക്ക് ആക്ച്വലി കിട്ടുന്നത് 15%. 10 ലക്ഷത്തിന്റെ 15% അയാൾക്ക് 1.5 ലക്ഷം രൂപ കിട്ടും. പക്ഷേ 1,20,000 മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സോ the answer, correct answer is 1,20,000. So option B is the correct answer. Okay, അപ്പൊ 5ാമത്തെ ബി ആണ്, 4ാമത്തെ സി ആണ്. അപ്പോ ബി സി പിന്നെ എ ഡി എ. അപ്പൊ ആദ്യത്തിന്റെ എ ആണ്. അപ്പൊ എ ഡി എ സി ബി. ഓക്കെ, ADACB. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ആദ്യത്തത് ഓപ്ഷൻ എ തന്നെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഡി, അടുത്തത് എ, അടുത്തത് സി, അടുത്തത്
ഓപ്ഷൻ ബി. ഓക്കെ, ADACB. ADACB. Okay, let us go to the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. മിസ്റ്റർ വരുൺ, an Indian citizen engaged in consultancy business in India. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അവർക്ക് ചില പ്രത്യേക ടെസ്റ്റുകളൊക്കെ ഉള്ളതുകൊണ്ട്, ചില പ്രത്യേകതകളൊക്കെ ഉണ്ടല്ലോ സ്റ്റാറ്റസിൽ. He shifted to Dubai in the year 2019. 2019 ദുബായിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ടു എക്സ്പാൻഡ് ഹിസ് കൺസൾട്ടൻസി ബിസിനസ് ഓവർസീസ്. അപ്പോൾ അയാൾ കൺസൾട്ടൻസി ബിസിനസ് ചെയ്യാൻ വേണ്ടി അയാൾ 2019 അയാൾ ദുബായിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പോയി ഉണ്ടായിരുന്നു. ഹി വിസിറ്റ്സ് ഇന്ത്യ എവരി ഇയർ. അതിനുശേഷം ഇന്ത്യക്കകത്തോട്ട് വരുന്നുണ്ട് ഇവിടുത്തെ ഓഫീസ് നോക്കാനായിട്ട്. അപ്പോൾ ഹി സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ കറണ്ട് ആസ് വെൽ ആസ് പാസ്റ്റ് ഇയേഴ്സ് ഈസ് ആസ് ഫോളോസ്. കറണ്ട് ഇയറിൽ 24-25 100 ദിവസമാണ്. ബാക്കിലോട്ട് 75, 95, 105, 95 അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇയറിൽ എന്തായാലും 100 days ആണ് അയാൾ വന്നിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ പ്രീവിയസ് 24-25 ഹി ഏൺഡ് ദ ഫോളോയിങ് ഇൻകം. ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം 10 ലക്ഷം, ദുബായിലെ കൺസൾട്ടൻസി ഇൻകം 4 ലക്ഷം, പിന്നെ കേരളയിൽ നിന്നുള്ള അഗ്രികൾച്ചറിന് 70,000, ഡിവിഡൻഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ദുബായ് 50,000 ഉണ്ട്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അബൌവ് ഷെയർസ്. ഡിവിഡൻഡ് ഇൻകം കിട്ടാൻ കാരണമായ എക്സ്പെൻസ് ഒരു 15,000 ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ചോദ്യം എന്താ? ഡിറ്റർമൈൻ മിസ്റ്റർ വരുൺസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ അസസ്മെന്റ് 25-26 അസ്യൂമിംഗ് ഹി ഈസ് നോട്ട് ലൈബിൾ ടു ടാക്സ് ഇൻ ദുബായ്. രണ്ടാമത് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്, ഔട്ട് ഓഫ് ഡിഫോൾട്ട് ടാക്സ് റെജിം ആണെങ്കിൽ. ഓക്കെ, ഫൈൻ. കം ടു ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പോയിന്റ്. ഇയാൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യക്കകത്തോട്ട് 100 ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാള് യൂണിവേഴ്സൽ ടെസ്റ്റ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന 182 days ടെസ്റ്റ് ആണ്. അത് ഫെയിൽഡ് ആണ്. കാരണം 100 ദിവസമേ ഉള്ളൂ, 182 ഇല്ല. 182 ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ടെസ്റ്റിലേക്ക് പോകും. അത് 60+365 ആണ്. പക്ഷെ അതിവിടെ വർക്ക് ചെയ്യത്തില്ല. കാരണം ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ആണെങ്കിൽ നമുക്ക് 60+365 ടെസ്റ്റ് ഇനാപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് ആ ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇനി പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ് ആണ്. അവർ ആദ്യത്തെ 182 ഫെയിൽ ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ടു എ സ്പെഷ്യൽ ടെസ്റ്റ്. ആ സ്പെഷ്യൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ 120 days വേണം, തൊട്ട് ബാക്കിലോട്ട് 4 കൊല്ലം 365 വേണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ സ്പെഷ്യൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്ത കാരണം അയാളെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാമെന്നാണ്. പക്ഷേ ഈ 120+365 ടെസ്റ്റ്, സ്പെഷ്യൽ ടെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസിന്റെ കേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപ കൂടുതൽ വേണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിന് മുകളിൽ ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ വെറുതെ നോക്കാം. നോക്കിയിട്ടും കാര്യമില്ല. എന്നാണെന്നറിയോ? 120 ഇല്ലല്ലോ. പ്രീവിയസ് ഇയർ 24, 25, 100 ദിവസമല്ലേ വരുന്നുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ വർക്കിംഗ് നോട്ട് എഴുതുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെറുതെ അതൊക്കെ ചെയ്ത് വേണമെങ്കിൽ പറയാം. ഈ 10 ലക്ഷം ഇന്ത്യൻ ഇൻകം ആണ്. പിന്നെ ഈ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ 2 ഫോറിൻ ഇൻകം കൂടെ എടുക്കാൻ പറയുന്നുണ്ട്. ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ, ഫോറിൻ പ്രൊഫഷണൽ ഇൻകം, ഫോറിൻ ബിസിനസ് ഇൻകം ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് 4 ലക്ഷം കൂടി നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്ത പ്രൊഫഷൻ കാരണമാണല്ലോ ഈ ഇൻകം കിട്ടുന്നത്. അപ്പൊ 14. പിന്നെ ഇത് സെക്ഷൻ 10 സബ്സെക്ഷൻ 1 പ്രകാരം എക്സംപ്റ്റ് ആണ്. അപ്പൊ പിന്നെ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിവിഡൻഡ് IFOസിൽ ടാക്സബിൾ ആണ്. കാരണം സെക്ഷൻ 9 സബ്സെക്ഷൻ 1 സബ് ക്ലോസ് 4 പ്രകാരം ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് ഡീം ടു അക്രൂ ആസ് ഇൻ ഇന്ത്യ. അപ്പൊ ഇത് ഇന്ത്യൻ ഇൻകം ആണ്, 50,000 ടാക്സ് ചെയ്യും. ഡിവിഡൻഡ് ഇൻകത്തിന് അഗൻസ്റ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഏക എക്സ്പെൻസ് നമ്മുടെ IFOസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്. അതും ഡിവിഡൻഡ് ഇൻകത്തിന് 20% വരെ പാടുള്ളൂ. 50,000 ആണ് ഇവിടുത്തെ ഡിവിഡൻഡ് ഇൻകം. അതിന്റെ 20% 10,000 ആണ്. 50,000ത്തിന് 20% 10,000 ആണല്ലോ. അപ്പോ ഇവിടെ 15,000 ഉണ്ട്. അപ്പൊ 15,000 പറ്റത്തില്ല. അപ്പൊ അതിൽ നമുക്ക് 10,000 രൂപ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും. അപ്പൊ 10,000 50,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 40,000 വരും. 40,000 വരും. അപ്പൊ ഇവിടെ ഇയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന 14,40,000 രൂപയായിരിക്കും ഇയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം വരിക. അപ്പൊ സത്യം പറഞ്ഞാൽ 15 ലക്ഷത്തിൽ താഴെയാ. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ആ സ്പെഷ്യൽ ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിലും സ്പെഷ്യൽ ടെസ്റ്റോട് വർക്കൗട്ട് ആവില്ല. കാരണം 15 ലക്ഷത്തിന്റെ മുകളിൽ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നാൽ പോലും ഇയാൾക്ക് ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഇയാൾ പ്രീവിയസ് ഇയറിൽ 100 ദിവസം വന്നിട്ടുള്ളൂ. നമുക്ക് 120 days വേണ്ടേ ആ ടെസ്റ്റിലേക്ക് പോകണമെങ്കിൽ പോലും? 120+365 വേണ്ടേ? സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇയാള് ലാസ്റ്റ് നമ്മളൊരു റിസോർട്ടായിട്ട് ടെസ്റ്റ് പഠിക്കുന്നില്ല. എന്താണ്? ഒരു ഇന്ത്യൻ സിറ്റിസൺ വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല. അയാൾ ഒരു ദിവസം ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും അയാളെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം ഇഫ് ഹിസ് ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം ഈസ് മോർ ദാൻ 15 lakh. അതും ഇവിടെ പാളിപ്പോയി. 14 അല്ലേ? അപ്പൊ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഈ പറഞ്ഞ അതും വർക്കൗട്ട് ആവില്ല. സെക്ഷൻ 6 സബ്സെക്ഷൻ 1A ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നുള്ള പ്രൊവിഷനും ഇവിടെ വർക്കൗട്ട് ആവില്ല.
സോ ഹിസ് സ്റ്റാറ്റസ് ഈസ് നോൺ റെസിഡന്റ്. അപ്പൊ ഇയാൾ നോൺ റെസിഡന്റ് ആവുമ്പോഴേ ഇന്ത്യൻ ഇൻകം മാത്രമല്ലേ ടാക്സ് ചെയ്യുള്ളൂ. അപ്പൊ ഇയാൾ നോൺ റെസിഡന്റ് ആവുമ്പോൾ ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇയാളുടെ ഇൻകം ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചേക്കാം, ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. അപ്പൊ ആദ്യത്തെ ഈ പറയുന്ന 10 ലക്ഷം രൂപ ടാക്സ് ചെയ്യും. ഈ രണ്ടാമത്തെ കൺസൾട്ടൻസി ബിസിനസ്സിന് ദുബായ് ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഫോറിൻ ഇൻകം ആണ്. മറ്റേ 15 ലക്ഷത്തിന്റെ കാൽക്കുലേഷനിൽ മാത്രമാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫോറിൻ ഇൻകം ആണെങ്കിലും, അല്ലാതെ നമുക്ക് ഇന്ത്യൻ ഇൻകം മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പൊ ഇത് രണ്ടാമത്തെ എടുക്കാൻ പറ്റില്ല, 10 ലക്ഷം എടുക്കാം. പിന്നെ അഗ്രികൾച്ചർ ഇൻകം സെക്ഷൻ 10(1) എക്സംപ്റ്റ് ആണ്. ഡിവിഡന്റിന്റെ 40,000 എടുക്കാം. അപ്പൊ 10,40,000 രൂപയായിരിക്കും ഇയാളുടെ ഇന്ത്യയിലുള്ള ടാക്സബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ 10,40 ആയിരിക്കും. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇപ്പൊ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ്. അപ്പൊ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എമൗണ്ട് ആയിരിക്കും. അപ്പൊ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ്. അയാളുടെ വർക്കിംഗ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ 14,40 വരും. പക്ഷേ 14,40,000 രൂപ എന്ന് പറയുന്ന സാധനം 15 താഴെ ആയതുകൊണ്ട് നമുക്ക് സെക്ഷൻ 6(1)യും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്പെഷ്യൽ ടെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. സോ സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ആണ്. ടാക്സബിൾ ഇൻകം വരുമ്പോഴത്തേക്കും 10,40,000 മാത്രമേ ഇയാളുടെ ടാക്സബിൾ ഇൻകം വരുള്ളൂ. ആ 10ഉം ഡിവിഡന്റിന്റെ 40ഉം ടോട്ടൽ 10-40. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇത് 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ ആര്യൻ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, മിസ്റ്റർ ആര്യൻ ഈസ് എ റെസിഡന്റ് ഇൻഡിവിജ്വൽ. മിസ്റ്റർ ആര്യൻ എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് വർക്കിംഗ് ഇൻ നിശ്ചയ് ലിമിറ്റഡ് ആൻഡ് ഏൺ സാലറി ഓഫ് ₹90,000 പെർ മന്ത് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 24-25. അയാൾക്ക് 90,000 രൂപ പെർ മന്ത് വെച്ചിട്ട് സാലറി കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. 90,000 പെർ മന്ത് വെച്ചിട്ട് സാലറി എന്ന് പറയുമ്പോൾ ഇൻറ്റു 12 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് സാലറി കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇൻകം ഫ്രം സാലറി കിട്ടും. അതൊക്കെ പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ അങ്ങ് ചെയ്തോണം. അപ്പോൾ ഇയാള് ക്വസ്റ്റ്യന്റെ താഴെ പറയുന്നുണ്ട് പേയിങ് ടാക്സ് അണ്ടർ ഡിഫോൾട്ട് ടാക്സ് റെജിമാണ്. ചോദ്യം ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇപ്പൊ ഇതങ്ങ് ചെയ്ത് വെക്കുന്നല്ലേ എളുപ്പം. അപ്പൊ ആര്യൻ പേയിങ് ടാക്സ് അണ്ടർ ഡിഫോൾട്ട് ആണ്. അപ്പൊ നമുക്ക് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കുകയാണെങ്കിലേ ഇവിടെ 90,000 ഇൻറ്റു 12. അപ്പൊ 90,000 ഇൻറ്റു 12 എന്ന് പറയുമ്പം എത്രയാ വരിക? 10,80,000 വരും. അപ്പൊ ഈ 10,80,000 നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങോട്ട് കുറയ്ക്കുക. ഇയാൾ ഡിഫോൾട്ട് ടാക്സ് റെജിമാണേ. അപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 70,000 കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പൊ 19 70,000 അങ്ങോട്ട് കുറയ്ക്കുക. ബാക്കി 10,05,000 രൂപ ഇൻകം ഫ്രം സാലറി. 10,05,000 രൂപ ഇൻകം ഫ്രം സാലറി. ഓക്കെ, അപ്പൊ സാലറി കണ്ടുപിടിച്ചു നമ്മൾ. ഇൻകം ഫ്രം സാലറി 10,05,000. ഹി ഹോൾഡ്സ്, അയാളുടെ കയ്യിലുണ്ട് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ആൽഫ ലിമിറ്റഡ്, ആൻ ഇന്ത്യൻ ലിസ്റ്റഡ് കമ്പനി, purchased on 1st January 2016 at ₹200 per share. These were acquired through a recognized stock exchange and STT was paid both acquisition and sale. STT അടച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ലോങ് ടേം ആണ്, ലിസ്റ്റഡ് ഷെയർ ആണ്, STT അടച്ചിട്ടുണ്ട്. ലോങ് ടേം ആണ്, ലിസ്റ്റഡ് ഷെയർ ആണ്, STT അടച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി എത്തേണ്ടത് സെക്ഷൻ 112A ആണ്. സെക്ഷൻ 112A നമ്മൾ അതിനെ ഈ സ്പെഷ്യൽ ആയിട്ടാണ് അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ശരി, അത് ചിലപ്പം അയാളെ ഇരിക്കണം എന്നാ പറയുന്നത്. 20,000 ഷെയർ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻകം ഇപ്പം നിലവിൽ ഈ പാരഗ്രാഫിനകത്ത് ഇൻകം വന്നിരിക്കുന്ന സാലറി മാത്രമാണ്. മറ്റൊരാളുടെ ഷെയറിന്റെ ഡീറ്റെയിൽസ് പറയാം. അടുത്ത എന്താ സംഭവിച്ചേ? ഓഗസ്റ്റ് 2024 ആര്യൻ ട്രാൻസ്ഫർഡ് എ പ്ലോട്ട് ഇൻ ചണ്ഡീഗഡ് ഫോർ ₹70 ലക്ഷം വിച്ച് വാസ് അക്വയർഡ് ബൈ ഹിം ഇൻ May 2016 ഫോർ ₹22 lakhs. ഹി പെയ്ഡ് ബ്രോക്കറേജ് 1% ഓൺ ട്രാൻസ്ഫർ. ഇത് നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഇയാളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഇയാൾ വിറ്റിരിക്കുന്നത് 70 ലക്ഷം രൂപയ്ക്കാണ് പ്ലോട്ട് വിറ്റിരിക്കുന്നത് ഫോർ ₹22 lakhs. അപ്പം വാങ്ങിച്ചത് 22 ലക്ഷം രൂപയ്ക്ക്, ഇപ്പോൾ വിറ്റിരിക്കുന്ന 70 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 70 ലക്ഷം രൂപയാണ്. എക്സ്പെൻസ് ഉണ്ട്, ബ്രോക്കറേജ് ഉണ്ട്. 70 ലക്ഷത്തിന്റെ 1% ബ്രോക്കറേജ് കൊടുത്തു എന്നാണ്. അപ്പം 70 ലക്ഷത്തിന്റെ 1% ബ്രോക്കറേജ് എന്ന് പറയുമ്പം അത് 70,000 രൂപയാണ്. അപ്പോൾ 0.70 lakhs ബ്രോക്കറേജ്. അപ്പോൾ NSE എന്ന് പറയുന്നത് 69,30,000 രൂപയാണ്. 69.3 ആണ് NSE എന്ന് പറയുന്നത്. ഈ NSEയിൽ നിന്ന് അയാൾക്ക് എക്സംഷൻ വാങ്ങിക്കാൻ പറ്റും. ദാറ്റ് ഈസ് കോസ്റ്റ് കുറയ്ക്കാം. 22 ലക്ഷം രൂപയാണ് ഇയാളുടെ കോസ്റ്റ്. അപ്പോൾ ഇയാളുടെ ട്രാൻസ്ഫർ നടന്നിരിക്കുന്ന ഓഗസ്റ്റ് 2024 23rd July 2024 ശേഷം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സേഷൻ കിട്ടത്തില്ലല്ലോ, അമെന്റ്മെന്റ് അല്ലേ. അപ്പൊ 23rd July ശേഷം ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ ഇൻഡെക്സേഷൻ ഇല്ലാതെ ആ കോസ്റ്റ് അങ്ങോട്ട് എടുത്ത് കുറയ്ക്കുക. ഇൻഡെക്സേഷൻ ഇല്ലാത്ത കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മേടിച്ചിരിക്കുന്ന 22 ലക്ഷം രൂപയ്ക്കാണ്. അപ്പൊ ഞാൻ ആ 22 അങ്ങോട്ട് കുറയ്ക്കുവാണ്. അപ്പൊ 69.3 69,30,000 മൈനസ് 22 ലക്ഷം എന്ന് പറയുമ്പോൾ 47,30,000 രൂപ ഇയാളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരും. ഇതാണ് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 47.3 വരും. ഓക്കെ, നൗ വാട്ട്? In
In November 2024, Alpha Limited decided to buy back 50% of its shares at ₹250 per share. അപ്പൊ ആൽഫ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇയാൾ ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയില്ലേ, അവർ 50% ബൈബാക്ക് നടത്തുന്നു എന്നാണ് പറയുന്നത്. അത് നവംബർ 24 ബൈബാക്ക് നടത്തുന്നതെന്ന് പറയുന്നത്. ഫസ്റ്റ് ഒക്ടോബർ 2024 ശേഷം ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ എന്താണ് ട്രീറ്റ്മെന്റ് എന്ന് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഒക്ടോബർ 2024 ശേഷം ഒരു കമ്പനി ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ ആ ബൈബാക്ക് നടത്തുന്ന ഷെയർ ഹോൾഡർക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്, അത് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് IFOC ടാക്സ് ചെയ്യണം. കിട്ടുന്ന എമൗണ്ട് മൊത്തം ഡിവിഡൻഡ് ആയിട്ട് IFOC ടാക്സ് ചെയ്യണം. എന്നിട്ട് ബൈബാക്കിന് വിധേയമായ അത്രയും ഷെയറിന്റെ ക്യാപിറ്റൽ ലോസ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ക്ലെയിം ചെയ്യാം. അപ്പൊ അതിന് കിട്ടുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 0 എടുക്കണം. എന്നിട്ട് അതിന്റെ കോസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് ലോസ് എത്രയാണോ വരുന്നത് ആ ലോസ് ക്യാപിറ്റൽ ലോസ് ആയിട്ട് ക്ലെയിം ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അത് ഈ ഫസ്റ്റ് ഒക്ടോബർ 2024 ശേഷമുള്ള പ്രൊവിഷൻ അങ്ങനെയാണ്. ഫസ്റ്റ് ഒക്ടോബർ 2024 ശേഷം. അപ്പോൾ ആ അമെന്റ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതൊരു അമെന്റ്മെന്റിന്റെ ആപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റൻ ആണ്. സോ ഇറ്റ് ഈസ് നൈസ്, റൈറ്റ്? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഡിവിഡൻഡ് കണ്ടുപിടിക്കാം. 50% ഷെയർ 250 രൂപ വെച്ച് ബൈബാക്ക് നടത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഇയാളുടെ കയ്യിൽ എത്ര ഷെയർ ഉണ്ട്? 20,000. 20,000ന്റെ 50% എന്ന് പറയുമ്പോൾ എത്ര? 10,000 ഷെയർ ബൈബാക്ക് നടത്തി എന്നാണ്. അപ്പൊ ഇയാൾക്ക് എത്ര ഡിവിഡൻഡ് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇയാൾക്ക് വരുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിവിഡൻഡ് ഇയാൾക്ക് വരുന്നത് 10,000 ഷെയറിൽ മൊത്തം 20,000 ഷെയർ. അപ്പൊ 20,000 ഷെയറിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര ഷെയർ വരും? 10,000 ഷെയർ. അപ്പൊ ഒരു ഷെയറിന് അയാൾക്ക് 250 രൂപ വെച്ച് കിട്ടുമെന്നാണ്. അപ്പൊ ഒരു ഷെയറിന് 250 രൂപ വെച്ച് എന്ന് പറയുമ്പോൾ ഒരു ഷെയറിന് 250 രൂപ വെച്ച് നമുക്ക് കണക്കാക്കാം. അപ്പൊ 10,000 ഷെയർ ഇൻറ്റു 250 എന്ന് പറയുമ്പോൾ 25 ലക്ഷം രൂപയാണ് അയാൾക്ക് എന്ത് കിട്ടുക? ഈ പറയുന്ന ഡിവിഡൻഡ് കിട്ടുക. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് എടുത്ത് എങ്ങനെ എഴുതുക? 250 രൂപ വെച്ചിട്ട് ₹250 രൂപ വെച്ച് 10,000 ഷെയറിന് അയാൾക്ക് കിട്ടും. അത് IFOCയിൽ ഡിവിഡൻഡ് ആണ്. ദാറ്റ് ഈസ് 25 ലക്ഷം രൂപ. ശരിയല്ലേ? 10,000 ഇൻറ്റു 250 ശരിയാണ്. 25 ലക്ഷം രൂപ IFOCയിൽ ഇൻകം വരും, ഡിവിഡൻഡ്. ഇത് IFOC ആണ്, ഡിവിഡൻഡ് ആണ്, മറ്റേ സാലറിയാണ്. അപ്പൊ ഈ മെയ് 2025 അപ്പൊ മെയ് 2025 അടുത്തെന്തോ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? മിസ്റ്റർ ആര്യൻ അക്വയർഡ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാൻപൂർ ഫോർ ₹40 ലക്ഷം. അപ്പോ മിസ്റ്റർ ആര്യൻ അക്വയർഡ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അറ്റ് 40 ലക്ഷം രൂപയ്ക്ക് മേടിച്ചു എന്ന് പറയും മെയ് 2025 എന്ന് പറയുമ്പോഴേ ഓൾറെഡി ഇയാൾ ഇവിടെ ഒരു പ്ലോട്ട് വിറ്റിട്ടുണ്ട്. അപ്പൊ അത് ലോങ് ടേം ആണ്. അപ്പൊ എന്നിട്ടാണ് അയാൾ ഈ പറയുന്ന ഒരു വീട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ലോങ് ടേം ലാൻഡ് വിറ്റിട്ട് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാതെയുള്ള ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ 54F എക്സംഷൻ പോസിബിൾ ആണ്. 54F എക്സംഷൻ എന്താ പറയുന്നത്? വീടല്ലാത്ത ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വിൽക്കണം, വിറ്റ് കിട്ടുന്ന നെറ്റ് സെയിൽ പ്രൊസീഡ്സ് എടുത്ത് ഒരു വീട് വാങ്ങിക്കാനോ വെക്കാനോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രപ്പോർഷനേറ്റ് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ തരാമെന്നില്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു പുതിയ വീടിന്റെ കോസ്റ്റ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിൽ നെറ്റ് സെയിൽ കൺസിഡറേഷൻ NSC ഇതല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇയാൾക്ക് ഈ എക്സംഷൻ വാങ്ങിച്ചൂടെ? അപ്പൊ അങ്ങനെ എക്സംഷൻ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ 47,30,000 രൂപയാണ്. അപ്പൊ ഈ 47,30,000 ഇൻറ്റു ന്യൂമറേറ്ററിൽ പുതിയ വീടിന്റെ കോസ്റ്റ് നമുക്ക് ഇട്ടൂടെ 40 ലക്ഷം രൂപ, ഡിനോമിനേറ്ററിൽ NSC ഇട്ടൂടെ 69.3. അങ്ങനെ ഇട്ടാൽ ഇയാൾക്ക് എക്സംഷൻ കിട്ടൂലേ? അപ്പൊ അങ്ങനെ നമുക്ക് എക്സംഷൻ നമുക്ക് നോക്കാം. 47.3 ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു 40 ലക്ഷം ഡിവൈഡഡ് ബൈ 69.3 ഒന്നുകൂടെ 47.3 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 69.3. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് 27.3015 ആണ്. അത്രയും അയാൾക്ക് എക്സംഷൻ എടുക്കാം. 27.3015 അത് അയാൾക്ക് എക്സംഷൻ 54F ക്ലെയിം ചെയ്യാം കേട്ടോ. 54F ക്ലെയിം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടാക്സ് ചെയ്താൽ മതി. ജസ്റ്റ് റൗണ്ട് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പൊ 47.3 മൈനസ് 27.3015 ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ബാക്കി 19.9985 ആയിരിക്കും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആയിട്ട് വരിക. ഇനി അടുത്ത പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം നമ്മൾ ഈ പറയുന്ന ബൈബാക്ക് നടത്തുന്ന കേസിലെ ആ 10,000 ഷെയർ ഇല്ലേ IFOC ഡിവിഡൻഡ് വന്ന് ആ ഷെയറിന്റെ ക്യാപിറ്റൽ ലോസ് കണ്ടുപിടിച്ചിട്ട് അത് ക്ലെയിം ചെയ്യണ്ടേ? അപ്പൊ അതിന്റെ ക്യാപിറ്റൽ ലോസ് കണ്ടുപിടിക്കാം. ഇയാൾക്ക് 10,000 ഷെയറാണ് ബൈബാക്ക് നടത്തിയത്. അപ്പൊ ആ 10,000 ഷെയറിന്റെ ബൈബാക്ക് നടത്തിയ 10,000 ഷെയറിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലാണ്. ഇനി ആ 10,000 ഷെയറിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കണം. സെക്ഷൻ 112A പ്രകാരം ലിസ്റ്റഡ് ഷെയറിന്റെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് 1 ഫെബ്രുവരി 2018 മുൻപാണ് നിങ്ങൾ ലിസ്റ്റഡ് ഷെയർ അക്വയർ ചെയ്തതെങ്കിൽ അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെ? ഫസ്റ്റ് അവർ പറഞ്ഞ ഒറിജിനൽ കോസ്റ്റ് എടുക്കുക.
അപ്പൊ ഇവിടുത്തെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ഷെയർ മേടിച്ചിരിക്കുന്നത് 2016 200 രൂപ വെച്ചിട്ടാണ്. അപ്പൊ 10,000 ഷെയർ ഇൻറ്റു 200 രൂപ എന്ന് പറയുമ്പോൾ 2 ലക്ഷം രൂപയാണ് അവിടെ ഒറിജിനൽ കോസ്റ്റ് വരിക. 2 ലക്ഷം രൂപ ഒറിജിനൽ കോസ്റ്റ്. പിന്നെ പറയുന്നത് എന്താണ്, ഈ ഒറിജിനൽ കോസ്റ്റ് എടുത്തിട്ട് വേറെ 2 ഫിഗറുകളായിട്ട് കമ്പയർ ചെയ്യാനാണ്. 2 ഫിഗറുകൾ കമ്പയർ ചെയ്ത് അതിന്റെ ലോവർ ഫിഗർ എടുക്കാനാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞ 2 ഫിഗറിൽ ഒന്നെന്താ, ഇപ്പൊ വിറ്റ് കിട്ടിയ വില. ഇപ്പൊ വിറ്റ് കിട്ടിയ വില എന്ന് പറഞ്ഞാൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 0 കാരണം ഇത് വിൽക്കുകയല്ല ചെയ്തത്. മാത്രമല്ല ആക്ടി പറഞ്ഞിട്ടുണ്ട് ബൈബാക്ക് നടത്തുന്ന ഷെയറിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ വുഡ് ബി ഡീം ടു ബി നിൽ. അപ്പൊ ആ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലായി. അടുത്തിന് എന്താ പറയുന്നത്, ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 എടുക്കാൻ. ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 31/1/2018 ഫെയർ മാർക്കറ്റ് വാല്യൂ 190 രൂപയാണ്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഓർ ഒരു ഷെയറിന് 190. ഈ രണ്ടെണ്ണത്തിന്റെ ലോവർ എടുക്കാനല്ലേ പറയുന്നേ, ഇതിന്റെ ലോവർ നില്ലാണ്. അപ്പൊ സത്യം പറഞ്ഞ ബൈബാക്ക് നടത്തുന്ന ഷെയറിന്റെ പിന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന 2 ഫിഗറുകൾ ഒന്നുമില്ല. കമ്പയർ ചെയ്യുന്ന ഫിഗറുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ അത് നില്ലായിട്ട് എടുക്കാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ്, ബൈബാക്ക് നടത്തുന്നതിന്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഷുഡ് ബി ടേക്കൺ 0. അപ്പൊ അത് നില്ലായി. പിന്നെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 31/2018 FMV ആണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഷെയറിന് 190 രൂപയാണ്. അത് 10,000 ഷെയർ എടുത്തു കഴിഞ്ഞാൽ 1,90,000 രൂപ വരും. ഇത് രണ്ടും കൂടെ ആണെങ്കിൽ 19 ലക്ഷം രൂപ എത്ര വെച്ചാൽ അത് വരും. വിച്ച് വൈസ് ലോവർ എടുക്കാനാണ്. ഇതിന്റെ ലോവർ എന്ന് പറഞ്ഞാൽ നില്ലാണ്. എന്നിട്ട് ഈ ലോവർ നില്ലും ഒറിജിനൽ കോസ്റ്റും കൂടെ കമ്പയർ ചെയ്ത് ഹയർ എടുക്കാനാണ്. ഒറിജിനൽ കോസ്റ്റ് 2 ലക്ഷം. ഇതിന്റെ ഹയർ എടുക്കുമ്പോൾ 2 ലക്ഷം തന്നെ ഇവിടെ കോസ്റ്റ് വരും. അപ്പൊ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നില്ലാണ്, നെഗറ്റീവ് 2 ലക്ഷം. സോ ദർ വിൽ ബി നെഗറ്റീവ് 2 lakhs ലോസ് വരും. ഇത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഈ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എറൈസിംഗ് ഔട്ട് ഓഫ് ദ ബൈബാക്ക് ഷെയർസ് 2 ലക്ഷത്തിന് എടുത്ത് നമ്മുടെ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോട് അങ്ങോട്ട് പിടിച്ച് സെറ്റ് ഓഫ് ചെയ്യടാ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കൻ സെറ്റ് ഓഫ് ഓൺലി അഗൈൻസ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. വേറെ ഒന്നിനോടെയും പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിനെ പിടിച്ചങ്ങ് സെറ്റ് ഓഫ് ചെയ്യടേ. അപ്പൊ നെറ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ 17.9985 രൂപയുടെ. പിന്നെ IFOS എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ രൂപയുടെ. പിന്നെ സാലറി എന്ന് പറയുന്നത് 10,05,000 രൂപ രൂപയുടെ. ഇതായിരിക്കും ഇയാളുടെ ടോട്ടൽ ഇൻകം. ചാപ്റ്റർ 6 എന്നും വേറെ ഉള്ളതായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയേ ഉള്ളൂ. അപ്പോ IFOS ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ക്യാപിറ്റൽ ലോസ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താണ് സാലറി ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നമുക്ക് പോയി നോക്കാം. എയിലെ മിസ്റ്റർ ആര്യന്റെ ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പൊ സാലറി 10,05,000 നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. പിന്നെ ബൈബാക്കിന്റെ അവിടെ പിന്നെ ക്യാപിറ്റൽ ലോസ് വരും. അപ്പൊ അത് ബൈബാക്ക് ഓഫ് ഷെയർസ് 2 ലക്ഷം അല്ല 20 ലക്ഷമാണല്ലേ. ഞാൻ എഴുതിയ ഫിഗറൊക്കെ തെറ്റിപ്പോയിടേ. 20 ലക്ഷം ഇടേ. അപ്പൊ നേരെ തിരിച്ചു നോക്കട്ടെ, കറക്റ്റ് ഇടേ. 2 ലക്ഷം ഇടേ, 20 ലക്ഷം ഇടേ. 10,000 ഷെയർ ഉണ്ട്, ഒരു ഷെയറിന് 200 രൂപ ഇടേ. അപ്പം 10,000 × 200 2 ലക്ഷം അല്ല, 20 ലക്ഷം രൂപയാണ്. അപ്പൊ ഒരു 0 കുറഞ്ഞ് ഇപ്പൊ 20 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ ഇവിടെ 20 ലക്ഷമാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. 20 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും 20 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യാൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 19,985 അല്ലേ ഉള്ളൂ. അപ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഉള്ളൂ. അപ്പൊ 20 ലക്ഷം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബാക്കി ക്യാരി ഓവർ ചെയ്യണം കേട്ടോ. അപ്പോ 20 ലക്ഷം ക്യാപിറ്റൽ ലോസ് ചെയ്യുന്ന 19,99,850 രൂപ സെറ്റ് ഓഫ് ചെയ്യാം. ബാക്കി വരുന്ന എമൗണ്ട് ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ 0.0015 വരും. അത് വീണ്ടും ക്യാരി ഓവർ ചെയ്യുക. ഓക്കെ, ക്യാരി ഓവർ ചെയ്യുക. കാരണം ലോസ് ക്യാപിറ്റൽ ലോസ് അല്ലേ, വേറെ ഒന്നിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് മൊത്തം 0 ആയി കേട്ടോ. പിന്നെ ഉള്ളത് 25 ലക്ഷം IFOസും പിന്നെ 10,05,000 സാലറി മാത്രമായിരിക്കും ഇൻകം വരിക. അപ്പൊ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എവിടെ പോയിടെ ആര്യൻ, ഇതന്നെ ആര്യൻ. അപ്പോ ഇതാ ഇവിടെ വന്നു. അപ്പൊ പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വന്നു 47.30. അപ്പൊ അതിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. 40 ലക്ഷം 69.30, 27.30, 159 അവിടുത്തെ എക്സംഷൻ വരുന്നത്. ബാക്കി 19,99,841 വരും. അപ്പൊ ആ 19,99,841 കൂടെ നമ്മൾ 25 ലക്ഷം ക്യാപിറ്റൽ ലോസ് 20 ലക്ഷം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി പിടിച്ച് എന്ത് ചെയ്യുക, ക്യാരി ഫോർവേഡ് ചെയ്യുക. IFOസിൽ ഡിവിഡൻഡ് 25 ലക്ഷം വരും. അപ്പൊ 25 + 35,05,000 ആണ്. 25 ലക്ഷം + 35,05,000 ആണ് നമ്മുടെ ഈ പറയുന്ന എന്തായിട്ട് വരിക, പിന്നെ നമ്മുടെ 10,05,000 + 25 ലക്ഷം അതായത് 35,05,000 അതാണ് അയാളുടെ ടോട്ടൽ ഇൻകം. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഐ തിങ്ക് യു ഗോട്ട് ദ ഐഡിയ. അപ്പൊ സിമ്പിളാണ്, ഇത് വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സെക്ഷൻ 112A എന്നുള്ള സെക്ഷൻ ഇതിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. കാരണം അത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ബൈബാക്ക് എന്ന് വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ ക്യാപിറ്റൽ ലോസും ചെയ്തങ്ങ് പോകും. പക്ഷെ അങ്ങനെയല്ല, മനസ്സിലാക്കണം. അവിടെ 112 പ്രൊവിഷൻ പറയണം. ലിസ്റ്റഡ് ഷെയർ ആണ്. ലിസ്റ്റഡ് ഷെയർ ലോങ് ടേം ആണ്. വാങ്ങിച്ചപ്പോഴും വിറ്റപ്പോഴും STT അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം വഴി തന്നെ പോകണം. അങ്ങനെ തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ കോസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ആ പറഞ്ഞ രീതിയിൽ തന്നെ കമ്പയർ ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. 7ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ നൗ വി ക്യാൻ മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം.
മിസ്റ്റർ സൂരജ് ഏജ് 40 സബ്മിറ്റ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 31/3/2025. ഈസ് എംപ്ലോയിഡ് ഇൻ ABC ലിമിറ്റഡ് ആൻഡ് ഏൺഡ് സാലറി ഇൻകം ഓഫ് 19 കമ്പ്യൂട്ടഡ് ആണ്. ഓക്കെ. ഈസ് എൻഗേജ്ഡ് ഇൻ എ സ്പെക്കുലേഷൻ ആൻഡ് എ നോൺ സ്പെക്കുലേഷൻ ബിസിനസ്. പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ ബിസിനസ് 60,000, ലോസ് ഫ്രം നോൺ സ്പെക്കുലേഷൻ ബിസിനസ് 40,000. ഈ നോൺ സ്പെക്കുലേഷൻ ബിസിനസിന്റെ ലോസിനെ സ്പെക്കുലേഷൻ ബിസിനസിന്റെ ഇൻകമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പിടിച്ചെങ്കിൽ ചാമ്പിക്കോ. ഈ 40,000 ലോസിനെ എടുത്ത് നമുക്ക് ഈ 60,000 സെറ്റ് ഓഫ് ചെയ്താൽ നെറ്റ് PGBP ഇൻകം 20,000 കിട്ടും. ഇത് സെറ്റ് ഓഫിന്റെ ക്വസ്റ്റൻ ആണ്. പിന്നെ ആദ്യത്തെ സാലറി നമുക്ക് 19 എടുക്കാം, രണ്ടാമത്തെ കഴിഞ്ഞു. തേർഡ്, ഷോർട്ട് ആൻഡ് ക്യാപിറ്റലിന് 80,000 ഉണ്ട്, ലോട്ടറി വിന്നിങ് 20,000 ഉണ്ട്. അപ്പൊ അത് രണ്ട് ഇൻകോട്ട് തന്നെ എടുക്കണം. ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിനും എടുക്കണം, ലോങ് ടൈം ലോട്ടറി വിന്നിങ്സും എടുക്കണം. ഇനി എന്നാ സംഭവം? ബ്രോഡ് ഫോർവേഡ് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് 30,000 ഉണ്ട്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് കൻ സെറ്റ് ഓഫ് ഓൺലി അഗൈൻസ്റ്റ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനെ പിടിച്ച് ക്യാരി ഓവർ ചെയ്യണം. സൂരജ് ഹാസ് 2 ചിൽഡ്രൻ, 2 കുട്ടികളുണ്ട്. 1 മാരീഡ് ഡോട്ടർ റിയ, ഏജ് 17, ആൻഡ് സൺ രാജ്, ഏജ് 16. ഇൻട്രസ്റ്റ് ഇൻകം ഓഫ് റിയ ആൻഡ് രാജ് 1,200 per annum, 2,000 per annum റെസ്പെക്ടീവ്ലി. അപ്പോ കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം ഹയർ ദാൻ, എന്താണ് ചോദ്യം? എന്താണ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. പിന്നെ ഇയാൾ ഷിഫ്റ്റിംഗ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജിം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇയാള് സൂരജ് എന്നാണ് പേര്. ക്ലബിംഗിന്റെ പ്രൊവിഷനാണ്. എനി ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഷാൽ ബി ക്ലബ്ഡ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് പാരന്റ്സ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ എന്നാണ് പ്രൊവിഷൻ. ഇവിടെ സൂരജും ഉണ്ട്, സൂരജിന്റെ വൈഫും ഉണ്ട്. ആരുടെ ടോട്ടൽ ഇൻകം ഹയർ എന്ന് പറഞ്ഞാൽ ഈ മൈനർ കുട്ടിയുടെ ഇൻകം ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ താഴെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ സൂരജ് അസ്യൂമിംഗ് ദാറ്റ് മിസ്റ്റർ സൂരജ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ ദാൻ മിസ്സസ് സൂരജ് ടോട്ടൽ ഇൻകം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ മൈനറിന്റെ ഇൻകത്തിന് ക്ലബ് ചെയ്യാം, സൂരജിനോട് തന്നെ ക്ലബ് ചെയ്യാം. മൈനറിന്റെ ഇൻകം ക്ലബ് ചെയ്യുന്ന സമയത്ത് ഓരോ മൈനർ ചൈൽഡിന്റെ പേരിലും 1,500 എക്സംഷൻ ക്ലെയിം ചെയ്യാം, സെക്ഷൻ 10 സബ്സെക്ഷൻ 32. പക്ഷേ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 എക്സംഷൻ കിട്ടണമെങ്കിൽ അസസി ഡിഫോൾട്ട് ടാക്സ് റെജിം ആകാൻ പാടില്ല, ഓപ്റ്റ് ഔട്ട് ആയിരിക്കണം. ഇവിടെ ഓപ്റ്റ് ഔട്ട് ആണ്. അതുകൊണ്ട് 1,500 എക്സംഷൻ കുറച്ച് കഴിയുമ്പോൾ ഈ 1,200 എന്ന് പറയുന്ന 1,500 എക്സംഷനിൽ പോകും, അത് നില്ലാവും. പിന്നെ ഈ 2,000 1,500 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 500 ക്ലബ് ചെയ്യും, IFOസിൽ ക്ലബ് ചെയ്യും. സൂരജിന്റെ കയ്യിൽ IFOസിൽ ഓൾറെഡി IFOസിലൊരു ലോട്ടറി ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ കൂടെ 500 കൂടെ വരും. ഈ ട്രാൻസ്ഫേർഡ്. പിന്നെ അവിടെ ചില ആൾക്കാർക്ക് ഡൗട്ട് വരും, സാറേ മൈനർ മാരീഡ് ഡോട്ടർ അല്ലേ, സോ വാട്ട്? എവരി ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പാരന്റ്സ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ എന്നാണ്. അവിടെ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള ക്രൈറ്റീരിയ അവിടെ വരുന്നില്ലല്ലോ. അതുകൊണ്ട് മൈനർ ചൈൽഡ് പിന്നെ മൈനർ മാരീഡ് ഡോട്ടർ ആണെന്ന് പറഞ്ഞ പ്രത്യേകമൊന്നുമില്ല. ആകപ്പാടെ മൈനർ മാരീഡ് ഡോട്ടറിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേകത, ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് സെക്ഷൻ 27 ഡീംഡ് ഓണർഷിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛനോ അമ്മയോ അവരുടെ ഹൗസ് പ്രോപ്പർട്ടി മൈനർ മാരീഡ് ഡോട്ടർക്ക് എഴുതി കൊടുത്താൽ ആ മൈനർ മാരീഡ് ഡോട്ടറിനെ തന്നെ ഓണറായിട്ട് ട്രീറ്റ് ചെയ്യണം. എഴുതി കൊടുക്കുന്ന അച്ഛനെയും അമ്മയും ഡീംഡ് ഓണറായിട്ട് ട്രീറ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്ലബിങ്ങിനകത്ത് വന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് മൈനർ ചൈൽഡ് കിട്ടുന്ന ഇൻകം ക്ലബ് ചെയ്യണമെന്ന്. അപ്പൊ പിന്നെ മൈനർ മാരീഡ് ഡോട്ടറിന് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം കിട്ടി കഴിഞ്ഞാൽ ക്ലബ് ചെയ്യേണ്ടി വരും, ഈവൻ ദോ ഷീ ഈസ് ട്രീറ്റഡ് ആസ് ദ ഡീംഡ് ഓണർ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതല്ലാതെ എനി ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഷാൽ ബി ക്ലബ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പാരന്റ്സ് ഹൂസ് ടോട്ടൽ ഇൻകം ഈസ് ഹയർ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും ക്ലബ് ചെയ്ത് പറ്റും. He transferred a flat to Ria on 1st April 2024 on account of natural love and affection. This flat was let out from that date and generated rental income of 5,000 per month. അപ്പൊ ഈ റിയ എന്ന് പറയുന്നത് അയാളുടെ മൈനറിന്റെ ഡോട്ടറാണ്. റിയ മൈനർ മാരീഡ് ഡോട്ടറാണ്. അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രൊവിഷൻ വരും അവിടെ. മൈനർ മാരീഡ് ഡോട്ടർക്ക് ഹൗസ് പ്രോപ്പർട്ടി എഴുതി കൊടുത്താൽ പാരന്റ്സ് ഡീംഡ് ഓണർ അല്ല, ആ കുട്ടിയാണ് ഓണർ. പക്ഷേ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് ക്ലബ് ചെയ്യണം. അപ്പൊ ഇവിടെ റിയ എന്ന് പറയുന്ന കുട്ടിക്ക് ഓൾറെഡി 1,200 ഇൻകം ഉണ്ട്. അപ്പൊ ഈ ഇൻകം കൂടെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെ ക്ലബ് ചെയ്യണം. അപ്പൊ 5,000 പെർ മന്ത് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 5,000 പെർ മന്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു 12 നമ്മൾ എടുക്കേണ്ടി വരും. ഏപ്രിൽ തൊട്ട് വാടകയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ 12 5 60,000 രൂപ വരും. 60,000ന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അങ്ങോട്ട് കുറയ്ക്കുക. 60,000ന്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ 60,000 ഇൻറ്റു 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ 42,000 രൂപ വരും. അപ്പൊ ഈ 42,000 രൂപയും പിന്നെ 1,200 അല്ലാതെ ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ 43,200 രൂപ വരും. അതിൽ നിന്ന് 1,500 എക്സംഷൻ കുറയ്ക്കുക 1032 ബാക്കി എടുത്താൽ മതി. അപ്പൊ 43,200 നിന്ന് 1,500 നമ്മൾ എക്സംഷൻ കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി 40,500 ആയിരിക്കും. ഇവിടെ റിയ എന്ന് പറയുന്ന മോളുടെ ഇൻകം ക്ലബ് ചെയ്യുക 40,500 ആയിരിക്കും. മറ്റവന്റെ കയ്യിൽ 500, മറ്റേ മകന്റെ കയ്യിന്റെ കേസിൽ 500 ക്ലബ് ചെയ്യും. ഇത് IFOസിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു 40,500 ഹൗസ് പ്രോപ്പർട്ടിയിലായിരിക്കും ഇത് ടാക്സ് ചെയ്യുക. ഓക്കെ, കാരണം മറ്റത് IFOസിൽ പോയല്ലോ. അപ്പൊ ഇത് അങ്ങനെ എങ്ങനെ എവിടെ നിന്ന് എടുത്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി അടുത്തത് ഇത്രയുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻകം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ 6 ആണ്. ഓപ്റ്റ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജിം എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ 6 എടുക്കാം. സൂരജ് പെയ്ഡ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 22,000 ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ടു ഇൻഷുർ ഹിസ് ഹെൽത്ത്. അവ എലിജിബിൾ ആണ്. ഹിസ് സ്പൗസ് ആൻഡ് ഡിപെൻഡന്റ് ചിൽഡ്രൻ അഡീഷണലി. അപ്പൊ ഈ 22,000 എലിജിബിൾ ആണ്. 80D ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, 80D ആണ്.
പിന്നെ സ്പൗസ് ഉണ്ട്. അഡീഷണലി പെയ്ഡ് 30,000 ടു ഇൻഷുർ ദ ഹെൽത്ത് ഓഫ് ഹിസ് മദർ ഏജ് 67 ഹു ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ഹിം. പാരന്റ്സ് ഡിപെൻഡന്റ് ആവണമെന്ന് കണ്ടീഷൻ ഇല്ല. അപ്പൊ അത് 33,000 രൂപയുണ്ട്. അപ്പോ പാരന്റ്സിന്റെ ഏജ് 67 ആയതുകൊണ്ട് നമുക്ക് മാക്സിമം 50,000 വരെ പോസിബിൾ ആണ്. അപ്പൊ ഈ 33 എലിജിബിൾ ആണ്. ഹി ഓൾസോ ഇൻക്ലൂഡ് 20,000 as മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഫോർ ഹിസ് ഫാദർ ഏജ് 71 ഹു ഇസ് നോട്ട് ഡിപെൻഡന്റ് ആൻഡ് ഇസ് നോട്ട് കവേർഡ് അണ്ടർ എനി ഇൻഷുറൻസ്. ഓക്കെ, ഇൻഷുറൻസ് ഇല്ലാത്ത കേസിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് എലിജിബിൾ ആണ്. സോ ഈ 20 + 33 അപ്പൊ 30 അത് ക്യാഷ് ആയിട്ടല്ല പേ ചെയ്തിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇസ് നോട്ട് ഡിപെൻഡന്റ് ഓൺ ഹിസ് ആൻഡ് എനി ഇൻഷുറൻസ് പോളിസി. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് ഫാദർ. അപ്പൊ ക്യാഷ് എങ്ങനെ പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, എന്തായാലും എന്റെ ആവശ്യമില്ല. അപ്പൊ ഇവിടെ 33 + 20 ഉണ്ട്. അപ്പൊ 33 + 20 പാരന്റ്സിന് 53,000 വരും. മാക്സിമം 50 പറ്റുള്ളൂ. അപ്പൊ ആ 50 എന്തായാലും നമുക്ക് എടുക്കാം, 50 എടുക്കാം. പിന്നെ ഇവിടെ കോൺട്രിബ്യൂട്ടഡ് 6,000 CGHS ഉണ്ട്. അപ്പൊ ഇവന്റെ ഇതിനകത്തുനിന്ന് ഈ 6,000 കൂടെ എടുക്കാം. പക്ഷെ മാക്സിമം 25 പറ്റുള്ളൂ. ഇയാളുടെ പ്രായം 60 ആയിട്ടില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 25. ഫോർ ഫാമിലി 25,000 ആൻഡ് ഫോർ പാരന്റ്സ് 50,000. ടോട്ടൽ 80 ഡിഡക്ഷൻ 75,000. ഇപ്പൊ ചാപ്റ്റർ 6 75,000 80 ഡിഡക്ഷനും കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പൊ ചാപ്റ്റർ 6 എടുത്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സാലറി വരും 19 വരും. പിന്നെ PGVP ഇൻകം 20,000 വരും ആഫ്റ്റർ ഇന്റർ സോഴ്സ് സെറ്റ് ഓഫ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 80,000 ഔട്ടർ ക്വാളിറ്റി തന്നെ എഴുതണം. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. പിന്നെ ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ഒരു പിന്നെ 42,000 രൂപ വരും. അപ്പൊ അതിൽ നിന്ന് ഒന്നുകിൽ 300 രൂപ മറ്റേ 1032 കുറയ്ക്കുക, മറ്റെടുത്ത് 1,200 IFIC കുറച്ചാൽ, അല്ലെങ്കിൽ 42,000 1,500 കുറയ്ക്കുക. എങ്ങനെ കുറച്ചാലും നെറ്റ് എഫക്ട് സെയിം ആണ്. അപ്പോൾ അത് എന്താന്ന് വെച്ചാൽ എവിടെ നിന്ന് വെച്ചാൽ കുറച്ചിട്ട് കാണിക്കുക. പിന്നെ നമ്മുടെ എന്താണ് ഇൻകം ആണ് മൈനർ സണ്ണിന്റെ ഒരു 500 രൂപ വരുന്നുണ്ട്. അത് സണ്ണിന്റെ ഇൻകം ആയിട്ട് തന്നെ അത് ക്ലബ് ചെയ്യണം. അപ്പൊ GTA കിട്ടും. ചാപ്റ്റർ 6 80D മാത്രമേ ഉള്ളൂ, വേറെ ചാപ്റ്റർ 6 ഇല്ല. അപ്പോൾ ബാക്കി കിട്ടുന്നതായിരിക്കും ടോട്ടൽ ഇൻകം. സോ സിമ്പിൾ. 8ാമത്തെ ക്വസ്റ്റ്യൻ. സാലറി 10,50,000 രൂപ. ഹൗസ് പ്രോപ്പർട്ടി PGP 20,000 രൂപയാണ്. അടുത്ത് ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ട്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 80,000 രൂപ വരുന്നുണ്ട്. പിന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻകം ഫ്രം അതർ സോഴ്സ് വിന്നിംഗ് ഫ്രം ലോട്ടറി 20,000 ഉണ്ട്. പിന്നെ മൈനർ മാരീഡ് ഡോട്ടറുടെ റിയയുടെ ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് ക്ലബിംഗ് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് 1,200 രൂപ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം 42, 43,200 രൂപ. 1,500 എക്സംഷൻ കുറച്ചിട്ട് ബാക്കി 41,700 ക്ലബ് ചെയ്യും. ഇൻകം ഓഫ് മൈനർ സൺ ഡാജ് 500 രൂപ ക്ലബ് ചെയ്യും. GTA 12,200 വരും. ചാപ്റ്റർ 6 റിഡക്ഷൻ 75, ടോട്ടൽ ഇൻകം 11,37,200. ഐ തിങ്ക് യു ഗോട്ട് ദ ആൻസർ. അപ്പൊ ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഡിഡക്ഷൻ കണ്ടുപിടിച്ചിരിക്കുന്നതിന്റെ മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ഡിഡക്ഷൻ 75,000 ടോട്ടൽ അറേഞ്ച് ചെയ്തെന്നുള്ളവർ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. We can move to the next question. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതൊരു TDSന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഒന്നുമല്ല, നോർമലി ഉള്ള TDSന്റെ ഒരു ക്വസ്റ്റ്യൻ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. Examine the applicability and determine the amount of tax deduction at source TDS as per the Income Tax Act for assessment in 25-26 in the following situations. Nexus Tax Private Limited, a company engaged in the business of manufacturing electronic goods, reported a turnover of rupees 12 crore during the financial year 23-24. During the financial year 24-25, the company made the following purchases from resident sellers. From vendor A, raw materials worth rupees 60 lakhs രൂപ, 25 lakhs in April, 35 lakhs in July. Payment of 20 lakhs was made in June and remaining payment in September. Vendor A has not furnished his PAN. So, നമ്മൾ ഇതിന്റെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ 194Q ആണ്. സെക്ഷൻ 194Q പ്രകാരം ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ബയ്യർ, ആ ബയ്യറുടെ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 10 കോടി കൂടുതലുണ്ടെങ്കിൽ അയാൾ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു സെല്ലറുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കൂടുതൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസ് എമൗണ്ടിന്റെ പുറത്ത് TDS ഡിഡക്ട് ചെയ്യണം at the rate of 0.1% on the excess amount. This is 194Q. കറസ്പോണ്ടിംഗ്ലി അപ്പുറത്ത് വേറൊരു പ്രൊവിഷൻ ഉണ്ട്, സെക്ഷൻ 206(1)(h). സെല്ലറുടെ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ടേൺ ഓവർ 10 കോടി കൂടുതലുണ്ടെങ്കിൽ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ സെല്ലർ 50 ലക്ഷത്തിന് മുകളിലോട്ടുള്ള എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ TCS കളക്ട് ചെയ്യണം അണ്ടർ സെക്ഷൻ 206(1)(h). TDS ഉം TCS ഒരുമിച്ച് രണ്ടുപേരുടെ സൈഡിലും വന്നാൽ 194Q TDS വിൽ പ്രിവെയിൽ ഓവർ 206(1)(h) TCS. ഇതാണ് പ്രൊവിഷൻ. ഇവിടെ ബയ്യർ നെക്സസ് ആണ്, സെല്ലർ വെണ്ടർ A ആണ്. വെണ്ടറുടെ മറ്റു ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. വെണ്ടർ പാൻ നമ്പർ തന്നിട്ടില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 194Qൽ TDS എടുക്കുന്ന സമയത്ത് ബയ്യർ സെല്ലർക്ക് പാൻ നമ്പർ കൊടുക്കാതിരുന്നാൽ 0.1% സ്ഥാനത്ത് 5% ഷുഡ് ബി ഡിഡക്റ്റഡ് എന്നാണ് പ്രൊവിഷൻ.
അപ്പൊ ഇവിടെ വെണ്ടർ എയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷത്തിന് വേണ്ടി മേടിച്ചിട്ടുണ്ട്, 60 ലക്ഷം രൂപയ്ക്ക് മേടിച്ചല്ലോ. പിന്നെ 194 ക്യൂല് ടി ഡി എസ് അടയ്ക്കേണ്ട സമയം പറഞ്ഞ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ പർച്ചേസ് 25 lakhs, അത് പേയ്മെന്റ് കൊടുക്കുമ്പോഴോ ക്രെഡിറ്റ് ചെയ്യുമ്പോഴോ ടി ഡി എസ് വരില്ല, കാരണം 50 ലക്ഷം വരെ ടി ഡി എസ് വേണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ 25 ലക്ഷം ടി ഡി എസ് വേണ്ട. പിന്നെ അടുത്ത് 35 മേടിക്കുമ്പോൾ അത് 60 ആവുകയാണ് ടോട്ടൽ. അപ്പം അതിൽ 50 വരെ വേണ്ട. അപ്പൊ പിന്നെ എക്സസ് വരുന്ന 10 ലക്ഷം. ഈ 35 ലക്ഷത്തിന്റെ ട്രാൻസാക്ഷൻ അകത്തുനിന്ന് ജൂലൈയിൽ നടക്കുന്ന ട്രാൻസാക്ഷനിൽ നിന്ന് 10 ലക്ഷം രൂപയ്ക്ക് ടി ഡി എസ് വരും. ഓക്കെ, ആ 10 ലക്ഷത്തിന്റെ പിന്നെ എത്ര പിന്നെ ഇവിടെ പാൻ നമ്പർ കൊടുത്തില്ലല്ലോ. അപ്പൊ അതിന്റെ 5% ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ടി വരും 194 ക്യൂവിൽ. പേയ്മെന്റ് ഒരു ക്രെഡിറ്റ് വെച്ചത് ഏറിയറാണ്, അത് എപ്പോഴാണെന്ന് പറയുന്നത് ബാച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. It is to be noted that Nexus Tech Private Limited made the entry in its books on the date of purchase and TCS provisions not applicable on vendors. Okay, so it's very clear. 261H is not applicable in this case, and the transaction of exceeding 50 lakhs is happened in July. So in July, out of 35 lakhs, 10 lakhs is liable for TDS under section 194Q. So Nexus Tech Private Limited has to deduct TDS at the rate of 5% of rupees 10 laksham in July under section 194Q. Then ആദ്യത്തെ ആൻസർ. ഫ്രം വെണ്ടർ ബി, ട്രേഡിംഗ് ഗുഡ്സ് വർത്ത് rupees 48 ലക്ഷം. അതുകൊണ്ട് ബാക്കി നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇത് മറ്റൊരു വെണ്ടറാണ്. മറ്റൊരു വെണ്ടറുടെ കയ്യിൽ നിന്ന് 48 ലക്ഷം രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ഒരു സെല്ലർക്ക് ഒരു ബയർ ഒരു വർഷം കൊടുക്കുന്ന പേയ്മെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മോർ ദാൻ 50 lakhs ടി ഡി എസ് വേണ്ടത്. ഇത് വേറെ വെണ്ടറാണ്. അപ്പോൾ ഇത് ത്രഷോൾഡ് ലിമിറ്റ് 50 ലക്ഷം ക്രോസ് ചെയ്തിട്ടില്ല. സോ ടി ഡി എസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ ഇൻ കേസ് ഓഫ് വെണ്ടർ ബി. The second part of that question. In January 2025, Mr. Sumit engaged in business having turnover of 1.2 crore. ഈ സുമിത് എന്ന് പറയുന്ന ആളുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ 23-24 ടേൺ ഓവർ 1,20,00,000 മോർ ദാൻ 1 crore ആണ്. Enters into an annual maintenance contract with ABC Limited, a resident company, for rupees 5,40,000 plus GST. Mr. Sumit made the payment in February 2025 and ABC Limited has not provided its PAN to Mr. Sumit. Okay. ഈ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് ആണ്. ഇതൊരു ബിസിനസ്സുകാരനാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ആണ്. അപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടേഴ്സിനോ സബ് കോൺട്രാക്ടേഴ്സിനോ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ട സെക്ഷൻ 194C ആണ്. 194C പ്രകാരം ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ടത് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഓർ ക്രെഡിറ്റ് വിച്ച് ഒരു ഏർലിയർ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് ടൈമിലാണ്. ടി ഡി എസിന്റെ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ പേയ്മെന്റ് 30,000 ഓർ ആഗ്രിഗേറ്റ് പേയ്മെന്റ് എക്സിഡ്സ് rupees 1 lakh. ഇവിടെ പേയ്മെന്റ് മോർ ദാൻ 1 lakh ആണ്, കാരണം 5,40,000 ആണ്. സോ കോൺട്രാക്ട് എമൗണ്ട് 5,40,000 എന്ന് പറയുമ്പോൾ 194Cയുടെ ത്രഷോൾഡ് ലിമിറ്റിന്റെ മുകളിലാണ്. അപ്പോൾ 194C ടി ഡി എസ് ആപ്ലിക്കബിൾ ആണ് ഇവിടെ. ഇനി ഈ ടി ഡി എസിനകത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന 6 സെക്ഷൻസിനകത്ത് 194A, 194C, 194H, 194I, 194J, 194R, ACHIJR, ഈ 6 സെക്ഷൻസിൽ ടി ഡി എസ് കറന്റ് ഇയറിൽ ആപ്ലിക്കബിൾ ആകണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്ന പേയറുടെ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ബിസിനസിന്റെ ടേൺ ഓവർ 1 കോടി ക്രോസ് ചെയ്യണം. പ്രൊഫഷൻ ആണെങ്കിൽ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയറിലെ ഗ്രോസ് റെസീറ്റ്സ് 50 ലക്ഷം എക്സീഡ് ചെയ്യണം. എന്നാൽ മാത്രമേ കറന്റ് ഇയറിൽ ഈ പറയുന്ന 194 ACHIJR സെക്ഷൻസ് ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഇവിടെ ഇയാളുടെ കഴിഞ്ഞ വർഷത്തെ ടേൺ ഓവർ 1 കോടിയുടെ മുകളിലാണ്. അതുകൊണ്ട് 194C ആപ്ലിക്കബിൾ ആണ്. ടി ഡി എസ് റിഡക്ട് ചെയ്യണം. പാൻ നമ്പർ കൊടുത്തില്ല എങ്കിൽ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 206AA, if the PAN number has not been furnished by the payee to the payer, then the TDS will be normal rate of 20%, whichever is higher. So ഇവിടെ 20% ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ടി വരും, കാരണം ഈ ഇവിടുത്തെ പേയർക്ക് പാൻ നമ്പർ കൊടുത്തിട്ടില്ല. 5,40,000 20% ടി ഡി എസ് വരും. സാർ വാട്ട് അബൌട്ട് GST? സ്പെസിഫിക്കലി CBDT സർക്കുലർ ഉണ്ടല്ലോ. ടി ഡി എസ് റിഡക്ട് ചെയ്യുന്ന സമയത്ത് പേയർ എന്ന് പറയുന്ന ആള് പേയ്ക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ പേയ് കൊടുത്തിരിക്കുന്ന ബില്ലിനകത്ത് GST എമൗണ്ട് സെപ്പറേറ്റ്, ഇൻവോയ്സിനകത്ത് GST സെപ്പറേറ്റ്ലി കാണിച്ചിട്ടുണ്ടെങ്കിൽ GST മാറ്റിയിട്ട് ബാക്കിയുള്ള എന്നെ മണ്ടക്കി ടി ഡി എസ് റിഡക്ട് ചെയ്താൽ മതി. സോ 5,40,000 റിഡക്ട് ചെയ്താൽ മതി. We'll see the answer. Yeah. അപ്പോൾ 194Qന്റെ പ്രൊവിഷൻസ് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട്. റേറ്റ് 0.1 ആണ്, പാൻ ഇല്ലെങ്കിൽ 5% ആണ്. ഓൾസോ ഈ കേസിൽ 10 ലക്ഷത്തിന്റെ 5% ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ടി വരും ബൈ നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ആൻസർ. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വേണ്ട, ബിക്കോസ് 10 ലക്ഷത്തിന്റെ 5% 50,000 രൂപയാണ്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ വേണ്ട, ബിക്കോസ് ത്രഷോൾഡ് ക്രോസ് ചെയ്യുന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ കേസ് ഈസ് ടി ഡി എസ് കേസ് 194C. പാൻ നമ്പർ കൊടുത്തിട്ടുള്ള 20% ആണ്. സോ 5,40,000 20% 1,08,000 ടി ഡി എസ് റിഡക്ട് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ദാറ്റ് 9th ക്വസ്റ്റ്യൻ. അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് ഒരു RTP ഒന്നുമല്ല. ഇറ്റ്സ് എ ടിപ്പിക്കൽ നോർമൽ ടൈപ്പ് ഓഫ് an RTP. So now we can move to the last question. I think, yeah, it's the last question. It's a total income question.
അപ്പോൾ നമ്മുടെ യൂഷ്വലി നമ്മുടെ കമ്പൽസറി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മിസ്റ്റർ സോബിത് എന്ന് പറയുന്ന ഒരാൾ, റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഏജ് 54, എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സ്പെയർ പാർട്സ് ഓഫ് കാർ. സോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പലപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിൽ നമുക്ക് PGP-കകത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാനുഫാക്ചറിങ് ആണെങ്കിൽ അയാൾക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും, എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷറി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഡിഫോൾട്ട് ടാക്സ് റെജിം ആകാൻ പാടില്ല. ഡിഫോൾട്ട് ടാക്സ് റെജിം അണ്ടർ സെക്ഷൻ 115 BAC ആണെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഓപ്റ്റ് ഔട്ട് ആണെങ്കിൽ അയാൾക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതാണ് ആകെ ഉള്ള ഒരു ഇമ്പാക്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ മാനുഫാക്ചർ എന്ന് കാണുമെങ്കിൽ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും, ബിക്കോസ് ഹി വിൽ ബി എലിജിബിൾ ഫോർ ടു ക്ലെയിം അഡീഷണൽ ഡിപ്രീസിയേഷൻ. ഹി ഫോളോസ് ദ മെർക്കൻഡൈൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ്, ആൻഡ് റെഗുലർലി ഫയൽസ് ഹിസ് റിട്ടേൺ ഓഫ് ഇൻകം. കൃത്യമായി റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണ്, മെർക്കൻഡൈലാണ് ഫോളോ ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ 31 March 25 ഷോസ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 57,25,000 രൂപയാണ് ആഫ്റ്റർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റിംഗ് ദ ഫോളോയിങ്. അപ്പോൾ ഇറ്റ്സ് എ ടിപ്പിക്കൽ പാറ്റേൺ, ഇൻഡയറക്ട് മെത്തേഡ് ആണ് കമ്പ്യൂട്ടേഷൻ. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ആഫ്റ്റർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഓഫ് ദ ഫോളോയിങ് ആയിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ പറഞ്ഞ ഐറ്റം ഡെബിറ്റും ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം ഡെബിറ്റും ക്രെഡിറ്റും അതിനനുസരിച്ച് നമ്മൾ ആഡ് ബാക്കോ ലെസ് ബാക്കോ ഒക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫർദർ ഇൻഫർമേഷൻ തരികയാണെങ്കിൽ അത് പിന്നെ ഇതിനകത്ത് പരിഗണിച്ചിട്ടില്ല എന്ന് ട്രീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുക. നമ്മൾ വലിയ പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ 57,25 ഇത് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്പർ 1, ഡ്യൂറിംഗ് ദ ഇയർ മിസ്റ്റർ സോബിത് പർച്ചേസ്ഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ ₹55 lakhs ഫോർ വിച്ച് ഹി ടുക്ക് ലോൺ ഫ്രം എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഡേറ്റ് ഓഫ് ലോൺ 1/5/2024 ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 11% പെർ ആനം. The asset was acquired on 1/7/2024 and put to use on 1/9/2024. The entire interest amount is debited to the profit and loss account എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറയുന്ന ഷോബിത് ഒരു അസറ്റ് പർച്ചേസ് ആഫ്റ്റർ ഡെബിറ്റിംഗ് ഓർ ക്രെഡിറ്റിംഗ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് എന്റെ താഴെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അസറ്റ് മേടിച്ചതിനെ കൊണ്ടൊന്ന് പിന്നെ മേടിച്ചു, അസറ്റ് മേടിക്കാനായിട്ടുള്ള ലോൺ എടുത്തു, ആ ലോണിന്റെ ഇൻട്രസ്റ്റിനെ P&L അക്കൗണ്ടിൽ കൊണ്ടുവന്ന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നതാണ് എടുത്ത് പറയുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്, അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അസറ്റിൽ പുട്ട് യൂസ് ചെയ്ത ഡേറ്റ് വരെയുള്ള ഇൻട്രസ്റ്റിനെ P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പാടില്ല. അതിന് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യണം, എന്നിട്ട് പോയിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണം. അതേസമയം അസറ്റ് പുട്ട് യൂസ് ചെയ്ത ഡേറ്റിന് ശേഷമുള്ള പീരീഡിലെ ഇൻട്രസ്റ്റിനെ നമുക്ക് P&L അക്കൗണ്ടിൽ ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ കേസിൽ ലോൺ എടുത്തിരിക്കുന്ന ഡേറ്റ് 1/5/2024 ആണ്. അപ്പൊ 1/5/2024 അഥവാ ലോൺ എടുത്ത ഡേറ്റ് മുതൽ അസറ്റ് ആദ്യമായി പുട്ട് യൂസ് ചെയ്ത ഡേറ്റ് വരെയുള്ള പീരീഡിലെ ഇൻട്രസ്റ്റ് ആണ് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ലോൺ എടുത്തിരിക്കുന്ന ഡേറ്റ് 1/5/2024 ആണ്. ഇവിടെ അസറ്റ് പുട്ട് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്, അപ്പം അസറ്റ് പുട്ട് യൂസ് ചെയ്യുന്ന 1/9/2024 ആണ്. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം. സെപ്റ്റംബർ 1 ആണല്ലോ, അപ്പൊ 4 മാസത്തെ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്യണം അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ. അവർ മൊത്തം ഇൻട്രസ്റ്റും P&L കൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം മൊത്തം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 1/5/2024 മുതൽ പിന്നെ 31 March 2024 വരെയുള്ള മൊത്തം ഇൻട്രസ്റ്റ് എത്രയുണ്ടോ അപ്പൊ ആ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ആഡ് ബാക്ക് ചെയ്തിട്ട് പിന്നെ ഈ പറയുന്ന പുട്ട് യൂസ് ചെയ്ത ഡേറ്റ് വരെയുള്ള പീരീഡിൽ ഇൻട്രസ്റ്റിനെ മാത്രം എടുത്ത് അസറ്റിന്റെ കോസ്റ്റിൽ ആഡ് ചെയ്ത് ഡിപ്രീസിയേഷനിൽ കണ്ടുപിടിക്കുക. റിമൈനിങ് ഇൻട്രസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഈ പറയുന്ന ഇതിനകത്ത് ക്ലെയിം ചെയ്യാൻ പറ്റും റിമൈനിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെറ്റ് എഫക്റ്റിൽ മൊത്തം ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് 2 രീതി ചെയ്യാം. ഒന്നുകിൽ മൊത്തം ഇൻട്രസ്റ്റ് ആഡ് ബാക്ക് ചെയ്തിട്ട് പുട്ട് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് ലെസ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, പുട്ട് യൂസ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡിൽ ഇൻട്രസ്റ്റിനെ മാത്രം തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ മതി. കാരണം മൊത്തം ഡെബിറ്റ് ചെയ്തിരിക്കുന്നതിനകത്ത് അത്രയും മാത്രം മാറ്റിയാൽ പോരെ, അത് അസറ്റിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ എടുത്താൽ മതി. അപ്പോൾ 4 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മളോട് എടുക്കണം. അസറ്റിന്റെ എമൗണ്ട് 55 ലക്ഷം രൂപയാണ്. മൊത്തം ലോണും എടുത്തു വേണം നമ്മൾ പരിഗണിക്കാൻ. അപ്പൊ 55 ലക്ഷം ഇൻറ്റു 11% ഇൻറ്റു 4/12 മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസത്തെ ഇൻട്രസ്റ്റ് അത്രയും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. എന്ന് പറയുമ്പം 55 ലക്ഷമാണ് അസറ്റിന്റെ വില. 55 ലക്ഷം അത് തന്നെയാണ് ലോൺ ഇൻറ്റു 11% ഒരു വർഷത്തേക്കാണ് 11%. അപ്പൊ 6,05,000 ഡിവൈഡഡ് ബൈ ഇതൊരു വർഷത്തേക്കാണെങ്കിൽ 4 മാസത്തേക്ക് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസത്തേക്ക് ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2,01,667 രൂപ ഇൻട്രസ്റ്റ് വരും. അത് അസറ്റിന്റെ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതേ എമൗണ്ട് തന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റിന് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇൻട്രസ്റ്റ് അത് ആഡ് ബാക്ക് ചെയ്യണം. 2, ഇവിടെ ഈ അസറ്റ് മേടിക്കാൻ വേണ്ടി എടുത്ത ലോണിന്റെ ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞതായിട്ടാണ് നമ്മൾ എടുക്കാൻ. പക്ഷേ വേറൊരു അസംഷൻ ഉണ്ട്. ഈ അസറ്റിനെയും P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്താൽ ഈ 55 ലക്ഷം തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് വ്യക്തമല്ല. തുടങ്ങുമ്പോൾ ആഫ്റ്റർ ഡെബിറ്റിംഗ് ക്രെഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് താഴെ തന്നിരിക്കില്ലേ. അപ്പൊ ഈ അസറ്റിന്റെ 55 ലക്ഷം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു അസംഷന്റെ ഒരു പ്രശ്നമാണ്.
കാരണം ക്ലിയർ അല്ല. പക്ഷെ മറ്റേ വ്യക്തമായിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ബെറ്റർ ഇൻട്രസ്റ്റ് മാത്രം ആഡ് ബാക്ക് ചെയ്യുക, മറ്റേത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഡെബിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വിവരക്കേടുള്ള അക്കൗണ്ടന്റ് അല്ല ഈ കമ്പനിയുടെ ഒന്നും നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും, ഈ ഓർഗനൈസേഷനെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായാലും അസംഷൻ എടുത്തിട്ട് വേണമെങ്കിൽ 55 ലക്ഷം കൂടെ ആഡ് ബാക്ക് ചെയ്താലും തെറ്റൊന്നുമില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, Now, on 1/4/2024, the production manager working in the factory of Mr. Swabit took a voluntary retirement from the services. Mr. Swabit paid him 8 lakhs as compensation for his service under VRS. Voluntary retirement scheme in the reduction per the section PGBP section 35 DDA. As per the provisions of section 35 DDA, if VRS compensation is actually paid, only 1/50 is allowed as reduction in the current year, because it will be allowed as reduction in 5 equal installments over a period of 5 years. സെക്ഷൻ 35 DDA പ്രകാരം VRS കോമ്പൻസേഷൻ പെയ്ഡ് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ലേ അലോ ചെയ്യൂ. അപ്പൊ മൊത്തം ഒരിറ്റടി കിട്ടത്തില്ലല്ലോ, അവർ മൊത്തം ഡെബിറ്റ് ചെയ്ത് തെറ്റല്ലേ. അപ്പൊ അതിന്റെ 4/5 തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ടും 8 ലക്ഷം ആഡ് ബാക്ക് ചെയ്തിട്ട് അതിന്റെ 1/5 ലെസ് ചെയ്യുക. രണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ ഏതെങ്കിലും ഒരു രീതി ചെയ്യാം. മിസ്റ്റർ Swabit purchased raw material from Messrs. Kamal and Sons, a micro enterprise, and Messrs. Hiders and Sons, a medium enterprise, for 51,000 and 75,000 respectively on 15/3/2025. As per the written agreement with them, both the payment has to be made by 10/4/2025. Mr. Swabit made the payment to Messrs. Kamal and Sons on 9th April 25 and Hitesh and Sons on 15th November 2025. മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന്റെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ, സാധനങ്ങളോ സേവനങ്ങളോ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ആ മേടിച്ച സാധനത്തിന്റെ സേവനത്തിനും കൊടുക്കാനുള്ള പൈസ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന്റെ MSME ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ, MSME ആക്ടിന്റെ സെക്ഷൻ 15 പറഞ്ഞിരിക്കുന്ന ഡ്യൂ ഡേറ്റിനുള്ളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ ഈ വർഷം അലോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ഡിഡക്ഷൻ അലോ ചെയ്യുള്ളൂ എന്നാണ് പ്രൊവിഷൻ. ഈ ഫസ്റ്റ് ഓഫ് ഓൾ 43B സബ്സെക്ഷൻ Hലാണ് അതിന്റെ ടൈം ലിമിറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 43B സെക്ഷനിൽ ഈ പറയുന്ന പ്രൊവിഷൻ ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ പേയ്മെന്റ് ഈസ് പേയബിൾ ടു, അല്ലെങ്കിൽ എമൗണ്ട് ഈസ് പേയബിൾ ടു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ്. മീഡിയം എന്റർപ്രൈസിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഈ പ്രൊവിഷനെ ആപ്ലിക്കബിൾ അല്ല. ഇവിടെ ഒരാൾ മീഡിയം എന്റർപ്രൈസ് ആണ്, അത് ഹിതേഷ് ആൻഡ് സൺസ് മീഡിയമാണ്. അപ്പൊ അവന് നമ്മൾ എപ്പോൾ പേയ്മെന്റ് കൊടുത്താലും കുഴപ്പമില്ല, പേയ്മെന്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് എപ്പോൾ കൊടുത്താലും കുഴപ്പമില്ല, അവിടെ ഇതൊന്നും ആപ്ലിക്കബിൾ അല്ല, അത് മീഡിയം എന്റർപ്രൈസ് ആണ്. ആ പ്രൊവിഷൻസിനകത്ത് പറയുന്ന മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസിന് കൊടുക്കുന്ന പേയ്മെന്റ് എന്നാണ്. അവിടെ ഹിതേഷ് ആൻഡ് സൺസിന്റെ പേയ്മെന്റ് മൊത്തം ഡ്യൂ ബേസിൽ ഈ വർഷം തന്നെ അലോ ചെയ്യും, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമ്മൾ നോക്കേണ്ട മറ്റേ പിന്നെ എന്താ പറയുക, കമാലിന്റെ കാര്യമാണ്. കമാൽ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് മൈക്രോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ. അപ്പൊ നമ്മൾ നോക്കണം, മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസ് MSME ആക്ട് പ്രകാരം അവർ തമ്മിലൊരു എഗ്രിമെന്റ് പ്രകാരം സാധനം വാങ്ങിച്ചതിന്റെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് സാധനം വാങ്ങിച്ച ഡേറ്റിൽ നിന്ന് 45 ദിവസത്തിനുള്ളിലാണ് എഗ്രിമെന്റ് ഡേറ്റ് പ്രകാരം ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ആ ഡ്യൂ ഡേറ്റ് നോക്കിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സാധനം വാങ്ങിച്ച 15 മാർച്ചിലാണ്, അവർ തമ്മിലുള്ള ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഏപ്രിലാണ്. അത് എന്തായാലും വിത്തിൻ 45 ഡേയ്സ് ആണ്. അപ്പൊ ആ ഡേറ്റ് ആണ് ഡ്യൂ ഡേറ്റ്, 10/4 ഡ്യൂ ഡേറ്റ്. 10/4 പേയ്മെന്റ് പോയെന്ന് മാത്രം നോക്കിയാൽ മതി. 10/4 പേയ്മെന്റ് പോയിട്ടുണ്ട്, 9/4/2025 പോയിട്ടുണ്ട്. അപ്പൊ ഒരു കുഴപ്പമില്ല. 24-25 എക്സ്പെൻസ് ഇൻകർ ചെയ്ത ഇയറിൽ തന്നെ ഡിഡക്ഷൻ അലൗഡ് ആണ്. അപ്പൊ ഇവിടെ ഡിസലവൻസ് ഒന്നും ഇല്ലടേ, ഇത് അലൗഡ് ആണ്, ഒന്നും ചെയ്യണ്ട. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ പറയണം. He contributed 20% of basic salary to the account of each employee under a pension scheme referred to in section 80 CCD, which is debited to the P&L account. Basic salary of the employees aggregate to rupees 10 lakhs and DNS allowance is 40% of basic salary and it forms part of retirement benefit. Section 36 of the Income Tax Act പ്രകാരം PGBP അകത്ത് എംപ്ലോയിക്ക് വേണ്ടി 80 CCD നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക എംപ്ലോയിയുടെ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ 14% പോകാൻ പാടില്ല. ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ 14% മുകളിലേക്ക് പോയാൽ ആ എക്സസിനെ സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ A സബ്സെക്ഷൻ 9 പ്രകാരം എക്സസിനെ ഡിസലോ ചെയ്യും. എന്നാൽ അപ് ടു 14% ഓഫ് ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി വരെയുള്ള എമൗണ്ട് സെക്ഷൻ 36 അലൗഡുമാണ്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം, ബേസിക് സാലറിയും DAയും കൂടെ ടോട്ടൽ എടുക്കണം, അതിന്റെ 14% കാൽക്കുലേറ്റ് ചെയ്യണം. ആ 14%-നെക്കാളും മേളിൽ ഇവിടെ കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടാവും. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ബേസിക്കിന് 20 ആണ്. അപ്പൊ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ബേസിക് സാലറി 20% മാത്രം എടുക്കുക. എന്നിട്ട് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ബേസിക് പ്ലസ് DA ഫോമിംഗ് പാർട്ട് ഓഫ് സാലറിയുടെ 14% എടുക്കുക. അതിന്റെ മുകളിലോട്ട് എക്സസ് പോയിട്ടുണ്ടെങ്കിൽ ആ എക്സസിനെ പിടിച്ച് ഡിസലോ ചെയ്യുക, ആഡ് ബാക്ക് ചെയ്യുക. ഇത് മൊത്തം ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്, അപ്പൊ എക്സസ് ആഡ് ബാക്ക് ചെയ്യണം. എക്സസ് ഉണ്ട്, കണ്ടുപിടിക്കണം, ആഡ് ബാക്ക് ചെയ്യണം. P&L അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഇൻകം ടാക്സ് പ്രകാരം ഓപ്പണിംഗ് WDV ഉള്ളതിന്റെയും ഡിപ്രീസിയേഷനും പിന്നെ കറണ്ട് ഇയറിൽ മേടിച്ച പുതിയ മെഷീനറിയുടെ ഡിപ്രീസിയേഷനും
ഓപ്റ്റ് ഔട്ട് ആയതുകൊണ്ട് അഡീഷണൽ ഡിപ്രീസിയേഷനും അടക്കം കണ്ടുപിടിച്ച് ലെസ് ചെയ്യണം. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഇത് അക്കൗണ്ട്സിലെ ഡിപ്രീസിയേഷൻ ആണ്. He received rupees 13,850 as income tax refund, out of which 3,850 is interest on refund. Entire amount is credited to P&L. അപ്പൊ നെറ്റ് പ്രോഫിറ്റിന് മൊത്തം 13,850 രൂപ ലെസ് ചെയ്യണം. കാരണം ഇത് ഇവിടെ ഇൻകം അല്ലല്ലോ. എന്നിട്ട് അതിനകത്ത് ഈ 3,850 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്, ദാറ്റ് ഈസ് ആൻ ഇൻകം ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അപ്പൊ ഈ പറയുന്ന 13,850 ലെസ് ചെയ്തിട്ട് അതിനകത്തുള്ള 3,850 മാത്രം എടുത്ത് IFOC പിടിച്ചങ്ങോട്ട് ടാക്സ് ചെയ്യുക. ഇവിടെ PGBP മൊത്തം എടുത്ത് മാറ്റുക. IFOCയിൽ 3,850 ഇൻകം കാണിക്കുക. അപ്പൊ IFOS ഉണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ, മിസ്റ്റർ ശോഭിത് purchased a new computer on 31st August 2024 and was put to use on the same day in his office. The payment was made as under addition ആണ്. പുതിയ സിസ്റ്റം വാങ്ങിച്ചതാണ്. 28,000 paid in cash at the time of purchase of new computer on 31/8/24. 25,000 paid by account pay check. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സെക്ഷൻ 43 ആക്ച്വൽ കോസ്റ്റിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അസറ്റ് പർച്ചേസ് സിംഗിൾ ഡേ ഒരു വ്യക്തി 10,000 മുകളിൽ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ബൈ അക്കൗണ്ട് പേ ചെക്ക് ഓർ അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് ഓർ അതർ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ് സച്ച് എസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, NEFT, RTGS, IMPS, UPI, ആധാർ പേയ്മെന്റ്, ഭീം ആപ്പ് പേയ്മെന്റ് അങ്ങനെ കൊടുക്കാം. അതല്ലാതെ നിങ്ങൾ പേയ്മെന്റ് കൊടുത്താൽ ക്യാഷ് ആയിട്ടോ നോർമൽ ചെക്കായിട്ടോ ബെയറർ ചെക്കായിട്ടോ ക്രോസ് ചെക്കായിട്ടോ ഒക്കെ കൊടുത്താൽ ആ കൊടുക്കുന്ന പേയ്മെന്റ് ആക്ച്വൽ കോസ്റ്റിൽ എടുക്കാൻ പറ്റില്ല. ഇൻകം ടാക്സിനകത്ത് ഒരു സ്ഥലത്തും അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല, അത് കളയണം. അപ്പൊ റവന്യൂ എക്സ്പെൻഡിച്ചർ P&L ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് സെക്ഷൻ 40 ക്യാപിറ്റൽ ലെറ്റർ സബ്സെക്ഷൻ 3 ഡിസലോ ചെയ്യുന്നത് പോലെ തന്നെ അസറ്റ് പർച്ചേസ് സിംഗിൾ ഡേ 10,000 മുകളിൽ ഈ പറഞ്ഞ രീതിയിൽ അല്ലാതെ കൊടുത്താൽ അതും ആക്ച്വൽ കോസ്റ്റ് അനുവദിക്കില്ലല്ലോ. അപ്പൊ അത് കിട്ടില്ല. അപ്പൊ 28,000 കാര്യത്തിൽ സ്വാഹ, അത് പോയി, അത് എടുക്കാൻ പറ്റില്ല. 25,000 അക്കൗണ്ട് പേ ചെക്കായിട്ട് കൊടുത്ത കമ്പ്യൂട്ടറിന്റെ എടുക്കാം. ആക്ച്വൽ കോസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ എടുക്കണം. കമ്പ്യൂട്ടറിന്റെ റേറ്റ് 40% ഇത് മോർ ദാൻ 180 ഡേയ്സ് ആണ്. 40% എടുക്കാം. അപ്പൊ ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുമ്പോൾ 40% ബ്ലോക്ക് ഉണ്ട്. കമ്പ്യൂട്ടർ ആണ്. 40% ഓഫ് 25,000 എടുക്കണം. 28,000 എടുക്കരുത്, നോട്ട് എഴുതണം. പ്ലാന്റ് ആൻഡ് മെഷീനറി ഓപ്പണിംഗ് വാല്യൂ 8 ലക്ഷം, അത് 15% ബ്ലോക്ക് ആയിട്ട് അസ്യൂം ചെയ്യണം. ആ 8 ലക്ഷത്തിന് 15% ഡിപ്രീസിയേഷൻ എടുക്കണം. ഫാക്ടറി ബിൽഡിംഗ് 645 10% ഡിപ്രീസിയേഷൻ എടുക്കണം. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് വേറൊരു അസറ്റും കൂടെ ഉണ്ട്. ഈ വർഷം നമ്മൾ മേടിച്ച ഒരു മെഷീനറി ഇല്ലേ, അപ്പൊ ഈ വർഷം മേടിച്ച മെഷീനറി എടുത്തിട്ട് അതിനകത്ത് 4 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തില്ലേ, ആ ഇൻട്രസ്റ്റ് എടുത്ത് 55 ലക്ഷത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ മെഷീനറിയുടെ ആക്ച്വൽ കോസ്റ്റ് ആവും. എന്നിട്ട് അതിന് ഡിപ്രീസിയേഷൻ എടുക്കണം. എന്നിട്ട് ആ ഡിപ്രീസിയേഷൻ നമുക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ എടുക്കാം. പക്ഷെ കമ്പ്യൂട്ടറിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ എടുക്കാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടർ പുട്ട് ചെയ്തിരിക്കുന്ന ഓഫീസിലാണ്. എലിജിബിൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുന്ന ഡെഫിനിഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഓഫീസ് അപ്ലയൻസസ്, റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, ഗസ്റ്റ് ഹൗസിൽ ഇൻസ്റ്റോൾ ചെയ്യുന്നൊന്നും എലിജിബിൾ അല്ല. അതുകൊണ്ട് ഓഫീസിൽ ഇൻസ്റ്റോൾ ചെയ്ത കമ്പ്യൂട്ടർ ആയതുകൊണ്ട് കമ്പ്യൂട്ടറിന് നോർമൽ ഡിപ്രീസിയേഷൻ 40 കിട്ടും, അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. പക്ഷേ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഈ വർഷം മേടിച്ച പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് നമുക്ക് നോർമൽ ഡിപ്രീസിയേഷനും അഡീഷണൽ ഡിപ്രീസിയേഷനും എടുക്കാം. പിന്നെ അത് പുട്ട് യൂസ് ചെയ്തത് 1 സെപ്റ്റംബർ ആണ്, അതും മോർ ദാൻ 180 ആണ്. അതുകൊണ്ട് അതിന് നോർമൽ ഡിപ്രീസിയേഷൻ 15 എടുക്കാം, പുതിയ മെഷീനറിക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ 20 എടുക്കാം. ഇത്രയും ആ ഡിപ്രീസിയേഷന്റെ കാര്യങ്ങളാണ്. ഹി പെയ്ഡ് 50,000 ആസ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ടേക്കൺ ഓൺ ലൈഫ് ഓഫ് ഹിസ് ഫാദർ. ഫാദറിന് എടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി എലിജിബിൾ അല്ല. ATCയിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ പോളിസി മസ്റ്റ് ബി ടേക്കൺ ടു ഇൻഷുർ ദ ലൈഫ് ഓഫ് അസസി ഓർ സ്പൗസ് ഓർ ചിൽഡ്രൻ. ഇത്രയേ ഉള്ളൂ. അവിടെ പാരന്റ്സ് എലിജിബിൾ അല്ല, അതുകൊണ്ട് അത് കിട്ടത്തില്ല. ബാക്കി അത് വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. D. He also paid 45,000 as life insurance premium taken on the life of his married daughter who is not dependent. Sum assured 5 lakhs and the policy taken on 2017. 1/4/2012 ശേഷം എടുത്ത പോളിസി ആയതുകൊണ്ട് ആപ്ലിക്കബിൾ ലിമിറ്റ് 10% ആണ്. സം അഷ്യൂർഡ് 5 ലക്ഷം. 5 ലക്ഷത്തിന്റെ 10% 50,000 വരെ ആവാം. 45,000 അടച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല, പ്രീമിയം എലിജിബിൾ ആണ്. പിന്നെ ATCയിൽ പോളിസി എടുക്കുന്നത് അസസി, സ്പൗസ്, ചിൽഡ്രൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചിൽഡ്രൻ മേ ബി മേജർ, മേ ബി മൈനർ, മേ ബി മാരീഡ്, മേ ബി അൺമാരീഡ്, മേ ബി ഡിപെൻഡന്റ്, മേ ബി നോട്ട് ഡിപെൻഡന്റ്, ദാറ്റ് ഡസന്റ് മാറ്റർ. സോ ദാറ്റ് ഈസ് എലിജിബിൾ. അതുകൊണ്ട് ആ 45,000 എടുക്കാം. ATC 1/10/2024 he withdraw 1.5 crore in cash from 2 current accounts maintained by him with PNB Bank of India. There are no other withdrawals during there. Cash ആയിട്ട് 1.5 crore ബാങ്കിൽ നിന്ന് കറണ്ട് അക്കൗണ്ടിന് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ഇത് PGBPയുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് നമ്മുടെ ഇൻകം കമ്പ്യൂട്ടേഷനായിട്ട് ബന്ധമില്ല. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ സെക്ഷൻ 194N ആണ്. 194N എന്താ പറയുന്നത്? ക്യാഷ് വിഡ്രോവൽ. ഒരു വർഷം ഒരു വ്യക്തി 1 കോടിയുടെ അപ്പുറം ക്യാഷ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിന് വിഡ്രോ ചെയ്തു കഴിഞ്ഞാൽ 1 കോടിയുടെ മുകളിലോട്ടുള്ള എക്സസ് ക്യാഷ് വിഡ്രോന്റെ മണ്ടയ്ക്ക് ബാങ്ക് പിടിച്ച് TDS കട്ടി. അതാണ് പ്രൊവിഷൻ 194N സെക്ഷൻ. അപ്പൊ ഇവിടെ അതാണ് 1.5 കോടി. ആ എക്സസ് 50 ലക്ഷം രൂപയുടെ മണ്ടയ്ക്ക് ബാങ്ക് TDS കട്ടി. അപ്പൊ ആ TDS ഇവിടെ വരും. അതാണ് ഇവിടുത്തെ പ്രൊവിഷൻ. എന്നിട്ട് ഈ TDS എന്ത് ചെയ്യാൻ നമുക്ക് അവസാനം നമ്മുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടാക്സ് ലൈബിലിറ്റിയിൽ നിന്ന് നമുക്ക് ഈ TDS കുറയ്ക്കാം. മിച്ചം വരുന്ന ടാക്സ് പേയബിൾ അതിനു വേണ്ടി തന്നിരിക്കുന്നതാണ്. മിസ്റ്റർ ശോഭിത് ഹേഡ് സോൾഡ് എ ഹൗസ് ഓൺ 30th March 2022. 2022 പഴയ ഇയർ ആണേ.
2021-22 ഫിനാൻഷ്യൽ ഇയർ ആണ്. അയാൾ എന്നിട്ട് അന്ന് ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 25 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായത്രേ. അതിനയാൾ എക്സംഷൻ കിട്ടാൻ വേണ്ടി ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഇട്ടത്രേ. എന്ന് വെച്ചാൽ അന്ന് അയാൾ അതിന്റെ എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. ആ വീട് വിറ്റേണ്ട വീട് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മറ്റൊരു വീടാണ് വാങ്ങേണ്ടത്. സെക്ഷൻ 54 എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പൊ 54 എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി അയാൾ പണ്ട് 25 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഇട്ടിട്ടാണ്. അന്ന് പണ്ട് അയാൾ 54 എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിന്റെ പ്രൊവിഷൻ എന്താണ്? നമ്മൾ റിട്ടേൺ ഫയലിന്റെ ഡ്യൂ ഡേറ്റിനുള്ളിൽ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് ഇപ്പൊ എക്സംഷൻ തരും. പക്ഷെ അത് 3 years എക്സ്പയർ ആകുന്നതിന് മുമ്പ് അതിന് വിഡ്രോ ചെയ്ത് പുതിയ വീട് നിങ്ങൾ വയ്ക്കണം, അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് വാങ്ങണം. ഇല്ലെങ്കിൽ 3 കൊല്ലം എക്സ്പയർ ആകുമ്പോൾ അൺയൂട്ടിലൈസ്ഡ് എമൗണ്ടിന്റെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിനെ തിരിച്ചെടുത്ത് നിങ്ങളുടെ ടാക്സ് ചെയ്യും. ദിസ് ഈസ് ദ പ്രൊവിഷൻ, റൈറ്റ്? നോ വാട്ട്? കറണ്ട് ഇയറിൽ എന്തായാലും കറണ്ട് ഇയറിൽ അത് എക്സ്പയർ ആയിട്ടില്ല. കാരണം 30th March 2022 അല്ലേ, 23, 24, 25 വരെ സമയമുണ്ട്. 30th March 2025 വരെ അയാൾക്ക് സമയമുണ്ട് ഈ പറയുന്ന ഇത് യൂസ് ചെയ്യാനായിട്ട്. ഓൺ 1st July 2024 ഇയാൾ വേറൊരു വീടും വിറ്റു എന്നാണ് പറയുന്നത്. നമ്മുടെ കറണ്ട് ഇയറിൽ വേറൊരു വീടും കൂടെ അയാൾ വിറ്റു. ഹി സോൾഡ് അനദർ ഹൗസ് ഇൻ വിച്ച് ഹി റിസൈഡഡ് ഫോർ ₹1 crore. അപ്പൊ ഈ കറണ്ട് ഇയറിൽ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ഒരു വീട് 1 കോടിക്ക് വിറ്റിട്ടുണ്ട്. ഹി ഏൺഡ് എ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ വിത്തൗട്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ഇത് കറണ്ട് ഇയറിൽ വിറ്റിരിക്കുന്ന ഡേറ്റ് ശ്രദ്ധിക്കണേ. 1st July 2024 ആണ്. 1st July 2024 പ്രത്യേകം നിങ്ങൾക്ക് അറിയാലോ. ക്യാപിറ്റൽ ഗെയിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 23rd July 2024 ശേഷം ഇൻഡെക്സേഷൻ ഇല്ല. അപ്പൊ ഇവിടെ 23rd July മുമ്പാണ് വിറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റും. 1 കോടി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അപ്പൊ അയാള് വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ 50 ലക്ഷം എന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് അത് ചെയ്യണേ? വിത്ത് ഇൻഡെക്സേഷൻ നമുക്ക് എടുക്കാം, കാരണം അതായിരിക്കും വലിയ ലാഭം. പറയാൻ പറ്റില്ല, ക്യാപിറ്റൽ ഗെയിന്റെ റേറ്റും കൂടെ നോക്കണം. വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണ്, പക്ഷെ 23rd July മുമ്പാണെങ്കിൽ എന്തായാലും ഇൻഡെക്സേഷൻ കിട്ടും, പഴയ റേറ്റ് ആണ്. അപ്പൊ പിന്നെ കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല, ഇൻഡെക്സേഷൻ എടുക്കണം. ഈ 50 ലക്ഷം നമുക്ക് വേണ്ട. 1 കോടി ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. താഴെ തന്നിട്ടുണ്ട് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ 60 ലക്ഷം. അത് കുറയ്ക്കുക. ആ 1 കോടിയിൽ 60 ലക്ഷം കുറച്ചാൽ ഇതിന്റെ ക്യാപിറ്റൽ ഗെയിൻ 40 ലക്ഷം വരും. ഇനി എന്താ കഥ? ഓൺ 5th January he withdrew the whole money out of his capital gain account and invested 60 ലക്ഷം on construction of a house in Mumbai. അപ്പൊ ഈ കഥ മനസ്സിലായ? ഇയാളുടെ പഴയ സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കണം. പഴയ വീട് വിറ്റന്റെ ക്യാപിറ്റൽ ഗെയിനിൽ 25 ലക്ഷം കിടപ്പുണ്ട്. ഇപ്പൊ പുതിയ വീട് 1 കോടി, അതിനെ പഴയ വീട് വീണ്ടും വിറ്റല്ല, വേറൊരു വീട്, അതിന്റെ കോസ്റ്റ് 60 ലക്ഷം. ഇതിന് 40 ലക്ഷം അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വന്നു. ഈ 25 ലക്ഷം ക്യാപിറ്റൽ ഗെയിനും ഈ 40 കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം അയാൾക്ക് 65 ലക്ഷം രൂപ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഇയാൾ ഈ 65 ലക്ഷം രൂപയെ കൊണ്ടുവന്ന് അയാൾ പുതിയ വീട് വാങ്ങിച്ചു. പുതിയ വീടിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് പുതിയതായിട്ട് മേടിച്ച വീട് 60 ലക്ഷം രൂപയാണ്. ഈ 25 ലക്ഷം രൂപ ഈ 60 ലക്ഷം അതിന് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. കാരണം സമയം തീരാറായി. 3 വർഷം എക്സ്പയർ ആകുന്നതിന് മുമ്പ് നേരത്തെ ഇട്ട പൈസ എടുത്ത് വീട് വാങ്ങിച്ചിരിക്കണമല്ലോ. അപ്പം ഈ 25 ലക്ഷം ഈ 60 യൂസ് ചെയ്തു. ഈ 60 25 യൂസ് ചെയ്താൽ മിച്ചം പിന്നെ എമൗണ്ട് എത്ര വരുന്നത്? 35 ലക്ഷം. ഈ 35 ലക്ഷം ഇപ്പൊ ഇയാൾക്ക് ഈ 40 നിന്ന് അണ്ടർ സെക്ഷൻ 54 അയാൾക്ക് ധൈര്യമായിട്ട് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ ഈ 35 ലക്ഷം രൂപ ഇവിടെ എക്സംഷൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 ലക്ഷം രൂപ മാത്രമേ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിൾ ആയിട്ട് വരുള്ളൂ. അപ്പൊ കറണ്ട് ഇയറിലെ ക്യാപിറ്റൽ ഗെയിനും പണ്ടിട്ടിരുന്ന ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിന്റെ പൈസയും എല്ലാം കൂടെ ചേർത്ത് ഒരു വീട് വാങ്ങിച്ചു എന്നാണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല, എല്ലാം പക്കയാണ്. അയാൾക്ക് നേരത്തുള്ള ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്തിട്ട് മിച്ചമുള്ള എമൗണ്ട് ഇവിടെ ഈ പറയുന്ന കറണ്ട് ഇയറിലെ ക്യാപിറ്റൽ ഗെയിനിന് എക്സംഷൻ ക്ലെയിം ചെയ്യാം. പുതിയ വീട് വാങ്ങിച്ചു. 54 തന്നെയാണ് സെക്ഷൻ. It's a nice adjustment. You are able to compute the total income and also tax payable. And after by him after TDS and TCS. അപ്പോൾ ടാക്സ് പേയബിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ദ ഡിഫോൾട്ട് ടാക്സ് റെജിമാണ്. അപ്പോൾ ഇവിടെ ഇയാൾക്ക് വരുന്ന ഹെഡ് ഓഫ് ഇൻകം പ്രധാനമായിട്ട് PGP ആണ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇവിടെ ഇത്രയും ഇൻകം എടുക്കുമ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ചാപ്റ്റർ 6 റിഡക്ഷൻ നമ്മൾ കുറയ്ക്കണം. അപ്പം നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. അപ്പൊ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ സർചാർജ് എടുക്കണം. ഓപ്റ്റ് ഔട്ടിന്റെ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യുക. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 23rd July മുമ്പാണ്, അതുകൊണ്ട് പഴയതാണ്. ഇൻഡെക്സേഷൻ എടുത്തിട്ടുള്ള മിച്ചം ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കഴിഞ്ഞിട്ടുള്ള 5 ലക്ഷത്തിന് നമ്മൾ പഴയ റേറ്റിലാണ് ടാക്സ് കൊടുക്കേണ്ടത്, 20%. We'll see the answer. ഇപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് 57.25, ഡിപ്രീസിയേഷൻ ആസ് പെർ ബുക്സ് ആഡ് ബാക്ക് ചെയ്തു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അവർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, അസറ്റിന്റെ 55 ലക്ഷം ഡെബിറ്റ് ചെയ്ത് അവർ എടുത്തിട്ടില്ല. അത് ആ ഇൻട്രസ്റ്റിന്റെ കഥ പറയാൻ വേണ്ടി പറഞ്ഞിരിക്കാനാണ്. അപ്പം നമുക്ക് അസംഷൻ എടുത്തിട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ആഫ്റ്റർ ക്രെഡിറ്റിംഗ് ഡെബിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റ് 4 മാസത്തെ ഇൻട്രസ്റ്റ് 2,01,667 ആഡ് ബാക്ക് ചെയ്തു. വോളന്റ് VRSന്റെ ബാക്കി 4/5 ഇൻസ്റ്റോൾമെന്റ് ആഡ് ചെയ്തു. 35 DDA നമുക്ക് 1/5 കിട്ടും. ബാക്കി 4/5 ആഡ് ബാക്ക് ചെയ്തു. കമാൽ മൈക്രോ എന്റർപ്രൈസിന് കൊടുത്തത് ഡ്യൂ ഡേറ്റിനുള്ളതുകൊണ്ട് ഒന്നും ചെയ്യേണ്ട. പിന്നെ ഹിതേഷിനുള്ളത് ഡിസോൾവ് ചെയ്യേണ്ട, കാരണം അത് മീഡിയം എന്റർപ്രൈസ് ആണ്, അമെന്റ്മെന്റിൽ കവേർഡ് അല്ല. എംപ്ലോയീസിന്റെ പെൻഷൻ സ്കീമിലോട്ട് 14% മുകളിലോട്ടുള്ള എക്സസ് കണ്ടുപിടിക്കുമ്പോൾ 4,000 രൂപ വരും. അത് ആഡ് ബാക്ക് ചെയ്തു.
അതിന്റെ വർക്കിംഗ്സ് അവർ കാണിച്ചിട്ടുണ്ട്. 48(9) എക്സസ് ഡിസലോ ചെയ്യുന്നത്. പിന്നെ ഇൻകം ടാക്സ് റീഫണ്ട് മൊത്തം ലെസ് ചെയ്തു. അതിനകത്ത് ഇൻട്രസ്റ്റ് മാത്രം IFOC കൊണ്ടുപോയി. പിന്നെ ഡിപ്രീസിയേഷൻ, ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ 10, പ്ലാന്റ് ആൻഡ് മെഷറി 15, പിന്നെ കമ്പ്യൂട്ടർ മേടിച്ചതിന്റെ അതിനകത്ത് ആ ക്യാഷ് കൊടുത്ത പേയ്മെന്റ് മാറ്റിയിട്ട് ബാക്കി 25,000ന്റെ 40% ഡിപ്രീസിയേഷൻ. പിന്നെ ഈ വർഷം വാങ്ങിച്ച പുതിയ പ്ലാന്റ് ആൻഡ് മെഷറിക്ക് ആ ഇൻട്രസ്റ്റ് ക്യാപിറ്റലൈസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടിന് 15% നോർമൽ ഡിപ്രീസിയേഷനും അതിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ക്ലെയിം ചെയ്തു. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് 40 ലക്ഷം വരും. ഈ വർഷം വിറ്റ വീടിന്റെ 1,60 ലക്ഷം ഇൻഡെക്സ്ഡ് കോസ്റ്റ് കുറച്ച് 40 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ വരും. അതിൽ നമുക്ക് 35 ലക്ഷം രൂപയുടെ എക്സംഷൻ കിട്ടും. ബാക്കി 5 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ. IFOCയിൽ ഇൻട്രസ്റ്റ് ഓൺ IT റീഫണ്ട് 3,850. ദിസ് ഈസ് ദ GTI. ഇനി ആ GTI ചാപ്റ്റർ 6 നമുക്ക് കുറയ്ക്കാം. ATC നമുക്ക് പാരന്റ്സിന്റെ കിട്ടത്തില്ല, പക്ഷേ ഈ പറയുന്ന മാരീഡ് ഡോട്ടറിനുള്ളത് 45,000 ക്ലെയിം ചെയ്യാം. ടോട്ടൽ ഇൻകം 75,584 ആണ്. ഈ 75,584 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 5 ലക്ഷം എടുത്ത് മാറ്റണം. അതിന് 20% ടാക്സ്. റിമൈനിങ് ഇൻകത്തിന് സ്ലാബ് റേറ്റിൽ ടാക്സ് എടുക്കണം. എന്നിട്ട് ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന്റെ മുകളിലായതുകൊണ്ട് നിർബന്ധമായിട്ടും സർചാർജ് എടുക്കണം 10%. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്യണം. ഇത്രയും കഴിയുമ്പോൾ ടാക്സ് കിട്ടും. എന്നിട്ട് ആ ടാക്സിൽ നമ്മൾ TDS കുറയ്ക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ 20%, 5 ലക്ഷത്തിന്റെ 20% 1 lakh ആണ്. ബാക്കിയുള്ള സ്ലാബ് റേറ്റിലെ ടാക്സ് കണ്ടുപിടിച്ചു. സർചാർജ് 10% ആഡ് ചെയ്തപ്പോൾ ടാക്സ് ലൈബിലിറ്റി നമുക്ക് കിട്ടി. ഇനി TDS കുറയ്ക്കണം. 194N നമുക്ക് ഇവിടെ TDS ഉള്ളത്. ആകെ ആ ഒരു TDS മാത്രമേ ഉള്ളൂ. അപ്പൊ 2% ആണ്. 1 കോടിയുടെ മുകളിൽ ക്യാഷ് വിഡ്രോവലിന് 194N TDS 2%, 50 ലക്ഷത്തിന് 2%, 1 ലക്ഷത്തിന്റെ TDS കുറച്ചു. ടാക്സ് പേയബിൾ 22, 28, 240. So simple. I think you got an idea on how the question is working out. It's good, right? Bye. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ എഴുതുക. All the best.